യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യപാർപ്പിടം തന്നിൽ, കൈകളാൽ തീർക്കാത്ത നിത്യപാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിലായി ഞാൻ നോക്കി പാർക്കുന്നേ. വാണിടുന്ന നാളിലായി ഞാൻ നോക്കി പാർക്കുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. എന്റെ കഷ്ടം എന്നീ മണ്ണിലേ അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു എന്റെ കഷ്ടം എന്നീ മണ്ണിലേ അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരൊത്തു പാടിയാക്കുമേ. അന്നു തന്റെ ശുദ്ധരൊത്തു പാടിയാക്കുമേ. എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം. എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. നല്ലവനെ വല്ലഭനെ പൊന്നുകാന്തനെ അല്ല തീർക്കാനെന്നു വന്നു ചേർത്തിടുമെന്നെ. ഓ നല്ലവനെ വല്ലഭനെ പൊന്നുകാന്തനെ അല്ല തീർക്കാനെന്നു വന്നു ചേർത്തിടുമെന്നെ. തുല്യമെല്ല മോദത്തോടു വീണകളെന്തേ. തുല്യമെല്ല മോദത്തോടു വീണകളെന്തേ. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. പാപമെല്ലാം തന്റെ അകത്താൻ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. പൂക്കി എന്റെ പാപമെല്ലാം തന്റെ അകത്താൻ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കും തോറും സ്നേഹം എന്നെ വർദ്ധിച്ചിടുന്നേ. ഓർക്കും തോറും സ്നേഹം എന്നെ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേ തൻ കൂടെ വാഴാൻ എന്ന് സാധ്യമോ. പാർക്കുന്നേ തൻ കൂടെ വാഴാൻ എന്ന് സാധ്യമോ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യപാർപ്പിടം തന്നിൽ, കൈകളാൽ തീർക്കാത്ത നിത്യപാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിലായി ഞാൻ നോക്കി പാർക്കുന്നേ. വാണിടുന്ന നാളിലായി ഞാൻ നോക്കി പാർക്കുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. അന്നു തീരും എന്റെ കഷ്ടം എന്നീ മണ്ണിലേ അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തീരും എന്റെ കഷ്ടം എന്നീ മണ്ണിലേ അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ.
അന്നു തന്റെ ശുദ്ധരൊത്തു പാടിയാക്കുമേ, അന്നു തന്റെ ശുദ്ധരൊത്തു പാടിയാക്കുമേ. ഓ എനിക്കു സാധ്യമോ മഹത്സമ്മേളനം, എനിക്കു സാധ്യമോ മഹത്സമ്മേളനം. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. വല്ലഭനെ പൊന്നുകാന്തനെ അല്ല തീർക്കാനെന്നു വന്നു ചേർന്നിടുമെന്നേ. നല്ലവനെ വല്ലഭനെ പൊന്നുകാന്തനെ അല്ല തീർക്കാനെന്നു വന്നു ചേർന്നിടുമെന്നേ. തുല്യമില്ല മോദത്തോടു വീണകളെന്തീ, തുല്യമില്ല മോദത്തോടു വീണകളെന്തീ. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ, ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര നമ്മുടെ പ്രാർത്ഥനകളെ യാചനകളും കേട്ട് ദൈവം മറുപടി അയച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിന്നെ നമുക്കൊരു ഗാനം കൂടി ചേർന്ന് പാടി കർത്താവിനെ നമുക്കൊരു അല്പസമയം ആരാധിക്കാം. ഭാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോട് ജീവിച്ചു അറുതൽപ്പെടും ഞാനെന്നുള്ള പഴയ ഗാനം നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ വാത്സല്യ സഹോദരങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. പോരാട്ടമാകിലും ഭരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോടെ ജീവിച്ചു ആരോധൽപ്പെടും ഞാൻ, നേരോടെ ജീവിച്ചു ആരോധൽപ്പെടും ഞാൻ. തീരും ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ. തീരും ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ. കഷ്ടതയാകിലും നഷ്ടങ്ങൾ വന്നാലും, കഷ്ടതയാകിലും കഷ്ടങ്ങൾ വന്നാലും, ഇഷ്ടന്മാർ വിട്ടാലും ദുഷ്ടിയായി ജീവിക്കും, ഇഷ്ടന്മാർ വിട്ടാലും ദുഷ്ടിയായി ജീവിക്കും. തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ. തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ.
കൂട്ടുകുടുംബക്കാർ തിട്ടമായി വിട്ടിടും കൂട്ടുകുടുംബക്കാർ തിട്ടമായി വിട്ടിടും കൂട്ടു സഹോദരർ ദുഷ്ടനായി തള്ളിടും കൂട്ടു സഹോദരർ ദുഷ്ടനായി തള്ളിടും തീരുമെന്തുക്കം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ തീരുമെന്തുക്കം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ എന്തു മനോഹരം അന്ത ചിന്തിക്കുകിൽ എന്തു മനോഹരം അന്ത ചിന്തിക്കുകിൽ സന്തോഷദേശമേ നിന്നിൽ ഞാൻ ചേർന്നിടും സന്തോഷദേശമേ നിന്നിൽ ഞാൻ ചേർന്നിടും തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ ദൂരത്തായി കാണുന്നു സോദര കൂട്ടത്തെ ദൂരത്തായി കാണുന്നു സോദര കൂട്ടത്തെ യോർദാനിനക്കരെ സ്വാഗത സംഘത്തെ യോർദാനിനക്കരെ സ്വാഗത സംഘത്തെ തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ കൂട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി കൂട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി കോട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും കോട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ രാജമുടി ചൂടി രാജാതിരാജനെ രാജമുടി ചൂടി രാജാതിരാജനെ ആലിംഗനം ചെയ്യും നാളിലെന്താനന്ദം ആലിംഗനം ചെയ്യും നാളിലെന്താനന്ദം തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ ഭാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും ഭാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോടെ ജീവിച്ചു ആരോധർ തേടും ഞാൻ നേരോടെ ജീവിച്ചു ആരോധർ തേടും ഞാൻ തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ കഷ്ടതയാകിലും നഷ്ടങ്ങൾ വന്നാലും കഷ്ടതയാകിലും നഷ്ടങ്ങൾ വന്നാലും ഇഷ്ടന്മാർ വിട്ടാലും പുഷ്ടിയായി ജീവിക്കും ഇഷ്ടന്മാർ വിട്ടാലും പുഷ്ടിയായി ജീവിക്കും തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ കൂട്ടുകുടുംബക്കാർ തിട്ടമായി വിട്ടിടും കൂട്ടുകുടുംബക്കാർ തിട്ടമായി വിട്ടിടും കൂട്ടു സഹോദരർ ദുഷ്ടനായി തള്ളിടും കൂട്ടു സഹോദരർ ദുഷ്ടനായി തള്ളിടും തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ എന്തു മനോഹരം അന്ത ചിന്തിക്കുകിൽ എന്തു മനോഹരം അന്ത ചിന്തിക്കുകിൽ സന്തോഷദേശമേ നിന്നിൽ ഞാൻ ചേർന്നിടും സന്തോഷദേശമേ നിന്നിൽ ഞാൻ ചേർന്നിടും തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ ദൂരത്തായി കാണുന്നു സോദര കൂട്ടത്തെ ദൂരത്തായി കാണുന്നു സോദര കൂട്ടത്തെ യോർദാനിനക്കരെ സ്വാഗത സംഘത്തെ യോർദാനിനക്കരെ സ്വാഗത സംഘത്തെ തീരും
ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ തീരും ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ കൂട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി കൂട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി കോട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും കോട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും തീരും ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ തീരും ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ രാജമൂടി ചൂടി രാജാതിരാജനെ രാജമൂടി ചൂടി രാജാതിരാജനെ ആലിംഗനം ചെയ്യും നാളിൽ എന്താനന്ദം ആലിംഗനം ചെയ്യും നാളിൽ എന്താനന്ദം തീരും ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ 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 രാമ ശിവ രാമ ശിവരേ അന്തരാമ ശിവരേ ബരി ബരാമ തലരാധികരഗജാസമനേ പുരാജകലം തലരാധകലഗജലം തലവർത്തലമൗഷമനം ദിഗരാധികരാ തലവർത്തലമൗനം തലരാധകരം ചലരാധിക തലവർത്തലമൗഷമരാധിക തുരവർത്തലവൈതലവേദി ചീരാദ ഭാരഗദേ ധാരാമസൈദേ ചൂടാരാമൗത്തൽക്കാനേ സമനാധികരഗജാരമനേ ദൂരാമ സൈദൽ കമരേ ധീരാജ സൈദൽ കമരേ ദൂരാജാരാദാലാദേ അന്ധേരസേ ൂഢമരാധികരഗജകരം തലവർത്തലമൗടേ ൂഢരാമ സൈതാലമനാഥരഗാരഗദ ഓ റീബൽ കമനാഥരഗ അർത്തുരവർത്തലമൗഢമരാജകരം തലവിരഗട് ജീവൽ പ്രൗഢവരം തലരാധികരഗജലമൗത്തലമൗഷമനം തല പുരരാധികരഗജലമൗത്തലമൗത്തമനം തല കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് മഹത്വം കയറ്റിയാട്ട് ഹല്ലേലൂയ ഒരു പ്രാവശ്യം കൂടി ഹല്ലേലൂയ ഹല്ലേലൂയ ഈ അനുഗ്രഹീതമായ നല്ല പകലിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ സഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ ടി.എം. കോശി അവറുകൾ സദസ്സിലായിരിക്കുന്ന ബഹുമാന്യരായ വാത്സല്യ പിതാക്കന്മാർ മാതാക്കൾ സഹോദരങ്ങൾ അനുഗ്രഹീതരായ ദൈവദാസന്മാർ വിശേഷിച്ച് ഇന്ന് പകലത്തെയും രാത്രിയിലെത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യേ എത്തിച്ചേർന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുഭാഷ് കുമാർ അവറുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയും നിങ്ങളെല്ലാവരെയും ഈ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത് പകലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ സ്തോത്രം 3 രാത്രികളിലും അല്ലെങ്കിൽ സ്തോത്രം 2 പകലും പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടപെട്ടുകൊണ്ടേയിരുന്നു. ഉറപ്പുള്ളവർ കരം ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. വചനത്തിൻ്റെ ശക്തമായ പ്രകാശനം ദൈവാത്മാവ് നമ്മുടെ മധ്യേ അയച്ച് ദൈവം നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രതീക്ഷയോടെ ദൈവമേ എന്നോട് ഇടപെടണം, ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ഹൃദ്യമായ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പൂർണ്ണമായും ഭാഗികമായും ഉപസിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ, എല്ലാവരെയും കർത്താവ് ശക്തീകരിക്കട്ടെ. കർത്താവിൻ്റെ കൃപ ഓരോരുത്തരുടെ മേലും ദൈവം പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് പകൽ മുഖവരികൾ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ഇന്ന് പകൽ നമ്മുടെ മതിയായിരിക്കുന്ന അനുഗ്രഹീതനായ കത്തദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയ്ക്ക് കത്തദാസനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ ഒത്തിരി തവണ, അനേക തവണ കടന്നു വന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സന്ദേശം അനേക നാളുകളായി, വർഷങ്ങളായി നമ്മുടെ മധ്യയെ ശുശ്രൂഷിക്കുന്ന അനുഗ്രഹീതനായ കത്തദാസനാണ്.
ഞങ്ങൾക്ക് വ്യക്തിപരമായി സഹോദരങ്ങളെപ്പോലെ സഹകരിപ്പാൻ ഇടപെടുവാനൊക്കെ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ, ദൈവമേ എന്നോട് ഇടപെടണം, എന്നോട് സംസാരിക്കണം, അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്നോട് ഇടപെടണമേ. അങ്ങേക്ക് വചനത്തിലൂടെയാണ് എന്നോട് ഇടപെടേണ്ടതെങ്കിൽ വചനത്തിലൂടെ ഇടപെടണം. അങ്ങേക്ക് വ്യക്തിപരമായിട്ടാണ് എന്നോട് സംസാരിക്കേണ്ടതെങ്കിൽ ദൈവമേ നീ വ്യക്തിപരമായി സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ഉള്ളുരുകി ഇന്ന് പകൽ ആര് പ്രാർത്ഥിക്കുന്നു അവരോട് ഇടപെടുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. കാരണം ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും അല്ലെങ്കിൽ ആത്മാർത്ഥമായി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. ഇവിടെ ഒരു ഗസ്റ്റ് അതിഥിയായ ഒരു പാസ്റ്റർ വന്നതുകൊണ്ടൊന്നും സംഭവിക്കുകയില്ല. പക്ഷേ ഇന്ന് പകൽ ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗവേദികളിൽ പറയാറുണ്ട്, ഒരു മഴ പെയ്യണമെങ്കിൽ വെള്ളം നീരാവിയായി അന്തരീക്ഷ മണ്ഡലത്തിൽ ചെന്ന് ഒത്തിരി പ്രോസസ്സിങ്ങിലൂടെ കടന്നുപോയതിനു ശേഷം മാത്രമാണ് മഴയായി ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നതെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു കൂട്ടം ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥനയാകുന്ന നീരാവി അവിടെ എത്തിക്കുവാണെങ്കിൽ, സ്തോത്രമാകുന്ന നീരാവി ഉയരത്തിലെത്തിക്കുമെങ്കിൽ, നമുക്ക് ആവശ്യമായ സ്വർഗീയ മന്ന വിളമ്പാൻ, സ്വർഗീയമായ മഴ പെയ്യിക്കാൻ ദൈവം മതിയായ ദൈവമാണ്. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വിളിച്ചു പറയണം, എനിക്ക് ഇന്ന് പകൽ ആ മഴ ആവശ്യമാണ്, ആ മന്ന ആവശ്യമാണ്, ആ ദൈവകൃപ എനിക്ക് ആവശ്യമാണ്, ആ ദൈവിക സന്ദേശം എനിക്ക് ആവശ്യമാണ്, ആ ദൈവത്തിന്റെ ആലോചന എനിക്ക് ആവശ്യമാണ്. ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള സമയം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്താവിന് വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സുഭാഷ് കുമരകം അവരുകളെ സ്നേഹത്തോടെ ആദരവോട് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രവിക്കാം. 30-31 വാക്യങ്ങൾ വായിച്ചിട്ട് ഇന്ന് രാവിലെ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ. യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി എതിർച്ചയാ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അടുത്ത വാക്യം കൂടെ. ആ ഒരു ശമരിയാക്കാരനോ വഴി പോവുകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി. എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവിനെ കെട്ടി. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പകലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആവലോട് കർത്താവിനെ കാത്തിരിക്കുന്ന ഈ വിലപ്പെട്ട ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ ആഴമായി ഞങ്ങളോട് സംസാരിപ്പാൻ, വളരെ ആഴമായി ഞങ്ങളോട് ഇടപെടാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം. ഈ പട്ടണത്തിൽ വാഴുന്ന എല്ലാ അശുദ്ധ ശക്തികളെയും ശാസിക്കണമേ. പാതാള ഗോപുരങ്ങളെ തകർക്കണമേ. യേശുവിൻ്റെ നാമം ഇന്ന് പകൽ ഉയർത്തപ്പെടട്ടെ. ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഫീഡ്ബാക്കിൻ്റെ വോളിയം തരാമോ? ചേർന്ന കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയിൽ ഒരു പ്രാവശ്യം കൂടെ വന്ന് കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽപ്പാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ടി.എം. കോശി പാസ്റ്ററെ വളരെ ബഹുമാനത്തോടെ വന്ദനം ചൊല്ലുന്നു. കർത്താവിൻ്റെ ദാസൻ ജോബിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാന്യരായ ദൈവമക്കളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് പകല് ഞാൻ ഇവിടുത്തെ മീറ്റിങ്ങിന് വേണ്ടി വന്നത്. പക്ഷേ ജെസിയാൻ്റെയുടെ കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. സത്യത്തിൽ എനിക്കതൊരു വല്ലാത്ത നിരാശയും വല്ലാത്തൊരു ദുഃഖമൊക്കെ എൻ്റെ മനസ്സിനകത്ത് വരുന്നുണ്ട്. ഒരു 20 വർഷത്തിലേറെയായിട്ടുള്ള ബന്ധമുണ്ട് എനിക്ക് ആ കുടുംബമായിട്ട്. 20 വർഷത്തിലേറെ. ഞാൻ എപ്പോൾ എല്ലാം PMGയിലെ യോഗത്തിന് വന്നിട്ടുണ്ടോ ആ സമയത്തെല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ വിശ്രമിച്ചത് ആ ഭവനത്തിലാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അവരോടുകൂടിയാണ് വിശ്രമിച്ചത്. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക്, ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് എതിരെ നിൽക്കാനോ ചോദ്യം ചെയ്യാനോ
നമ്മളെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല എന്നുള്ള നമ്മുടെ വിശ്വാസവും കർത്താവ് ആ വിലപ്പെട്ട ദൈവമനുഷ്യനെ പ്രത്യാശ കൊണ്ടും അഭിഷേകം കൊണ്ടും നിറയ്ക്കട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൻ്റെ അടിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നാട്ടെ. ഇന്ന് ഈ പകൽ എനിക്ക് തൊണ്ടയ്ക്ക് നല്ലപോലെ ബുദ്ധിമുട്ടുണ്ട്. തുടർമാനമായിട്ട് ഈ യോഗങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. വളരെ ആഴമായി നാം എപ്പോഴും ധ്യാനിക്കുകയും നാം എപ്പോഴും വായിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണിത്. ഈ സംഭവം യേശു വെറുതെ പറഞ്ഞ ഒരു സംഭവമല്ല. വേദപുസ്തകത്തിലെ ഏറ്റവും മൂല്യമുള്ള ഒരു ചോദ്യം ഒരു ന്യായശാസ്ത്രി ചോദിക്കുകയാണ്. എൻ്റെ ഈ കഴിഞ്ഞ ഇത്രയും നാളത്തെ ഈ ശുശ്രൂഷയിൽ ഇത്രയും മൂല്യമുള്ളൊരു ചോദ്യം ഞാൻ ബൈബിളിൽ കണ്ടിട്ടില്ല. നിത്യജീവൻ അവകാശിയാകാൻ ഞാൻ എന്നാ ചെയ്യണം? അതാ ചോദ്യം. ആ പാരഗ്രാഫിൻ്റെ ആരംഭം മുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാം. 25-ാമത്തെ വാക്യം, ആ വാക്യം ഒന്ന് ഇടാമോ? 25-ാമത്തെ വാക്യം. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. ആ പരീക്ഷിച്ച് ചോദിച്ചു എന്നുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം വിഴുങ്ങുകയാണ്. ആ വാക്ക് പറയുമ്പോൾ ഒരുപക്ഷെ ആ ചോദ്യത്തിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരീക്ഷിച്ച് ചോദിച്ചാൽ ചോദ്യമാണ്. എനിക്കൊന്ന് പുതുനിയമസഭയിലെ ഏറ്റവും ആരോഗ്യമുള്ളൊരു ചോദ്യം, എനിക്ക് നിത്യജീവൻ കിട്ടാൻ ഞാൻ എന്നാ ചെയ്യണം? ചിലർ 20 വർഷമായി വിശ്വാസത്തിൽ തുടർന്നിട്ടും ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യം. ചിലർ 15 വർഷമായി പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യം. ഒരു പരിധിവരെ ആത്മീക ഗോളം മറന്നുപോയ മറവിയുടെ കല്ലറയിൽ ഒളിപ്പിച്ച ഒരു ചോദ്യം, എനിക്ക് നിത്യതയിലെത്താൻ ഞാൻ എന്നാ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം നടത്തുന്ന ഉപവാസവും നമ്മുടെ പ്രാർത്ഥനയും നാം രക്ഷിക്കപ്പെട്ടതും നാം സ്നാനപ്പെട്ടതും നാം നാട് വിട്ട് വീട് വിട്ട് നാമധേയ കൂട്ടം വിട്ട് കൂട്ടരെ വിട്ട് അപമാനരാഗങ്ങളിലൂടെ വേദനകളിലൂടെ കർത്താവിനെ സേവിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഏക കാരണം ഈ പൊടുപട പൊട്ടിക്കീറിപ്പോകുന്ന ഈ ഉപ്പുമണ്ണിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല. നമ്മുടെ ലക്ഷ്യം ആത്യന്തികമായ നിത്യതയാണ്. ആ കരമൊന്ന് ഉയർത്തിയൊരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ലോകത്തിൽ സമയമുറപ്പില്ലാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ മരണമാണ്, 2 കർത്താവിൻ്റെ മടങ്ങി വരവാണ്. കിഴക്കുന്ന് പടിഞ്ഞാറോളം മിന്നൽ വരുന്നത് പോലെ മനുഷ്യപുത്രന്റെ ആഗമനം സംഭവിക്കാൻ പോകുകയാണ്. സമയം മാത്രമേ നിശ്ചയമല്ലാതുള്ളൂ, അതിൻ്റെ ലക്ഷണങ്ങളും സാധ്യതകളുമെല്ലാം ഈ പുസ്തകത്തിന് അകത്തുണ്ട്. കാലിക പ്രാധാന്യത്തോടെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസം ആലയത്തിൻ്റെ അകത്തിരിക്കുന്ന ദൈവമക്കൾക്കറിയാം, വണികന്മാർ വീണമിട്ടുന്ന ശബ്ദം എനിക്ക് കേൾക്കാം, വാതിക്കൽ നിൽക്കുന്നവന്റെ കാലൊച്ചയും എനിക്ക് കേൾക്കാം. ഇനി അധികകാലം കാത്തിരിക്കേണ്ടി വരികയില്ല. കാത്തിരുന്ന ആത്മമണവാളനെ നേരിട്ട് കാണാൻ സമയമായിരിക്കുകയാണ്. പ്രത്യാശയുള്ള ദൈവമക്കളെ കരങ്ങളെ ഒന്ന് അടിച്ച് വിശ്വാസത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ, ഏത് വിധേനയും തമ്പുരാന്റെ അടുക്കലൊന്നെത്താൻ നല്ലപോലെ ശബ്ദമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാൻ. ഉടജാനഘടകതന ബൗശാലഗന്ധനര ബൗശസിയാതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ ഒരു ശകല സമയം ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഹാനോക്കിന്റെ വയസ്സ് 365. 300 വർഷം അദ്ദേഹം ദൈവത്തോട് കൂടെ നടന്നു. മലയാളം ബൈബിൾ കണ്ടത് ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതെയായെന്നാണ്. ഞാൻ ഇന്ന് രാവിലെ വായിച്ച വേറൊരു വേർഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. 300 വർഷം കൊണ്ട് ഹാനോക്ക് ഇല്ലാതെയായെന്ന്.
നിങ്ങളെന്നെ കേട്ടില്ല. എന്നെ ദേഷ്യം കയറിയാണോ നോക്കുന്നത്? 300 വർഷം ദൈവത്തോടു കൂടെ നടന്നപ്പോൾ ഹാനോക്ക് എന്ന് പറയുന്ന മനുഷ്യന്റെ ജഡമോ അവന്റെ ചിന്തകളോ അവന്റെ വികാരങ്ങളോ ലൗകിക ലോകത്തിന്റെ അവന്റെ വിചാരങ്ങളോ ഈ ഉപ്പ് ചുവയ്ക്കുന്ന മണ്ണിന്റെ പാപരാഹിത്യങ്ങളോ ഇതിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത രീതിയിൽ ഹാനോക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവനിൽ തന്നെ ഇല്ലാതെയായപ്പോൾ ദൈവം തമ്പുരാൻ തീരുമാനിച്ചു, ഇനി ഇവനെ ഇവിടെ നിർത്തുന്നതിനേക്കാൾ നല്ലത് ഇവനെ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നതാ. ഹല്ലേലൂയ. മോശ കടന്നത് നൈൽ നദിയില്ല, പക്ഷേ മോശ കുടിച്ചത് നൈൽ നദിയിലെ വെള്ളമല്ല. മോശ കടന്നത് നൈൽ നദിയില്ല, പക്ഷെ മോശയുടെ പെട്ടകത്തിനകത്ത് നൈൽ നദി കയറിയിട്ടില്ല. ലോകത്തിൽ ലോകത്തെ അറിയാതെ ജീവിക്കുന്നവരുടെ പേരാണ് ദൈവത്തിന്റെ മക്കളെന്ന്. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചോണ്ട് കർത്താവിന് ഒരു നല്ല ഹല്ലേലൂയ പറയാ. ആദിമകാലഘട്ടം മുതലേ വേദപുസ്തകത്തിന്റെ അനിഷേധ്യമായ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നൊരു സഭയാണ് ഈ പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സഭകൾ. അതുകൊണ്ട് തന്നെ ഈ ദൂത് നിങ്ങളോട് പറയാൻ ഒട്ടുമേ ഭയം എൻ്റെ മനസ്സിനകത്തില്ല. ബൈബിളിലെ ഏറ്റവും മൂല്യമുള്ള ചോദ്യം, നിങ്ങൾ എന്നോട് കൂടെയുണ്ടോ? നിത്യജീവൻ അവകാശിയാകാൻ ഞാൻ എന്ത് ചെയ്യണം? പേടിക്കണ്ട. ആമേ, 21 ദിവസം യോഗമുണ്ടെന്നാണ് എൻ്റെ ചിന്ത. ആമേ, ഇനി വിടുതലിൻ്റെ ദൂതുകൾ ധാരാളം വരാനുണ്ട്. ആമേ, ദാനിയേൽ വരും, ആമേ, ഏലിയാവ് വരും, ആമേ, ദാവീദ് വരും. അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ ഇനി വരാനുണ്ട്. എന്നെ ഒന്ന് വെറുതെ വിട്ടേക്കണം, ഞാനൊരു സൈഡിൽ കൊടുന്ന് പൊക്കോട്ടെ. ഇന്ന് പകൽ അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയാൻ. അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന ദൈവമക്കൾ ഒത്തിരി പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. അത്യാവശ്യം ചിലര് കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവരാ ദൂതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുകയായിരിക്കാം. ഉറങ്ങാണെന്നൊന്നും എനിക്ക് ചിന്തയില്ല. കാര്യം ഇത്രയും വണ്ടിക്കൂലി മുടക്കി കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നിരുന്ന് ഉറങ്ങേണ്ട കാര്യമില്ലല്ലോ. വീട്ടിലാണെങ്കിൽ കടലിൽ കിടന്ന് ഉറങ്ങാമല്ലോ. അപ്പം നിങ്ങൾ അത്രയും വലിയ മണ്ടത്തരം ചെയ്യത്തില്ലെന്നാണ് എൻ്റെ ചിന്ത. അതെൻ്റെ ചിന്ത മാത്രമാണ്. ഹല്ലേലൂയ. ഒരൊറ്റ ചോദ്യം, നിത്യജീവന അവകാശിയാകാൻ ഞാൻ എന്ത് ചെയ്യണം? അതിന് യേശുവിന്റെ മറുചോദ്യം, ന്യായപ്രമാണത്തിൽ വായിച്ചേ. യേശു അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, അയ്യോ, അതെന്തൊരു വാക്കാ യേശുപ്പ പറഞ്ഞത്. ന്യായപ്രമാണത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? പ്രയോജനമില്ല. ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത എഴുതിയിരിക്കുന്നത് നീ എങ്ങനെ വായിക്കുന്നു എന്നതിലാണ് ഗൗരവമിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വാക്കൊന്നുകൂടെ പറയട്ടെ. ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? അതേത് മനോഭാവത്തോടെയാണ് നീ വായിക്കുന്നത്? ഹല്ലേലൂയ. ബൈബിളിനകത്തൊരു വാക്യമുണ്ട്, അധ്യക്ഷൻ നിരപവാദ്യനായി, നിങ്ങൾ എന്നാ മിണ്ടാതിരിക്കുന്നത്, ഏകഭാര്യയുടെ ഭർത്താവ്, അങ്ങനെ കുറെ ലിസ്റ്റ് കിടപ്പുണ്ട്. ഈ 2 പ്രാവശ്യം കല്യാണം കഴിച്ച ഒരാളോട് ചോദിച്ചു, ഇങ്ങനൊരു വാക്യം ബൈബിളിലുണ്ടല്ലോ. അന്നേരം അദ്ദേഹം പറഞ്ഞ മറുപടി, അത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല വാക്യം എഴുതിക്കുന്നത്, 1 ടൈം 1 വൈഫ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത്, അതാണ് ഈ പുസ്തകം എങ്ങനെ വായിക്കുന്നു എന്നതിലാണ് കാര്യമിരിക്കുന്നത്. അവനോന്റെ വൈകാരിക തലങ്ങൾക്കനുസരിച്ച് ഈ പുസ്തകത്തെ തിരിച്ചും വളച്ചും പിടിച്ചു വായിക്കരുത്. എഴുതിയ പരിശുദ്ധാത്മാവ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് വേണം ഇത് വായിക്കാൻ. എന്താ എഴുതിയിരിക്കുന്നത്? നീ എങ്ങനെയാ വായിക്കുന്നത്? എന്നോട് കൂടെ വരണം പ്ലീസ്. ഹല്ലേലൂയ. പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അതിന് ന്യായശാസ്ത്രി, അദ്ദേഹം ശാസ്ത്രി എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ലെവലാന്ന് നിങ്ങൾ ഓർത്തോണം. നമ്മൾ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് പോലെ, ഡോക്ടർ എന്ന് പറയുന്നത് പോലെ, പ്രൊഫസർ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഒരു ശാസ്ത്രിയാണ്, ഒരു നോർമൽ മനുഷ്യനല്ല. ന്യായപ്രമാണത്തിന് 39 പുസ്തകങ്ങൾ അരച്ച് കലക്കി അകത്ത് വിഴുങ്ങിയ ആളാണ്. 613 നിയമങ്ങളും 5 യാഗവും 7 പെരുന്നാളും 10 കൽപ്പനയും നന്നായി അറിയുന്നയാളാണ്. അബ്രഹാമ്യ സന്തതിക്ക് സിനായ് മലയുടെ ഉത്തുംഗത്തിൽ ദൈവം തന്റെ വിരലിനെ പേനയാക്കി എഴുതി കൊടുത്ത ദൈവിക നിയമങ്ങളുടെ അടിയാഴങ്ങൾ
നന്നായി അറിയുന്ന മനുഷ്യനാണ്. ആര്? ന്യായശാസ്ത്രി. തമ്പുരാന്റെ ചോദ്യം, ന്യായപ്രമാണം നിന്റെ കയ്യിലില്ലേ? നീ എന്താ വായിച്ചത്? എന്താ നീ വായിച്ചത്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വായിപ്പിക്കുന്നത്. ഐ എം സോറി, വായിച്ചോളൂ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ. എന്റെ മാന്യരായ എന്റെ പൊന്നു പിതാക്കന്മാരും എൻ്റെ അമ്മമാരും എൻ്റെ സഹോദരങ്ങളും എൻ്റെ വിലപ്പെട്ട കർത്തൃദാസന്മാരും ഇന്ന് പകൽ എന്നെ ഒന്ന് ഒറ്റപ്പെടുത്താതെ ഈ ദൂത് നിങ്ങളൊന്ന് ആഴമായിട്ട് കേൾക്കണം. യേശുവിന്റെ ചോദ്യം, ന്യായപ്രമാണത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? നീ അതെങ്ങനെയാ വായിക്കുന്നത്? അതിന് ന്യായശാസ്ത്രിയുടെ മറുപടി വായിച്ചേ. നിന്റെ ദൈവമായ കർത്താവിനെ ശ്രദ്ധിച്ചോണം. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും. പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും. അടുത്തത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഉത്തരം പറഞ്ഞത് യേശുവല്ല, ഈ ഉത്തരം പറഞ്ഞത് ന്യായശാസ്ത്രിയാണ്. ന്യായശാസ്ത്രി പറഞ്ഞ ഈ ഉത്തരം ശ്രദ്ധിച്ചേ, ന്യായപ്രമാണത്തിന്റെ അകത്തുള്ളതാണ്. ന്യായശാസ്ത്രി ഉച്ചസ്ഥലം പറയുക, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ. അങ്ങനെയാണെങ്കിൽ ദൈവിക ആരാധനയെല്ലാം പൂർണ്ണതയുള്ളതായിരിക്കണം. അതിന് കാരണം ആരുടെയും വേസ്റ്റ് എടുക്കാൻ വന്നതല്ല എന്റെ കർത്താവ്. അതുകൊണ്ട് ഒരു സ്തോത്രം പറഞ്ഞാൽ അത് പൂർണ്ണ ശക്തിയോടെ പറയണം. നമ്മുടെ ക്ഷീണം തീർക്കാൻ നമ്മൾ പോയിരിക്കുന്ന പാർക്കല്ല ദൈവസഭ. നമുക്ക് മയങ്ങാനും കോട്ടുവാ വിട്ട് തീർക്കാനും നിലാവത്തെ കോഴിക്കുഞ്ഞിനെ പോലെ ആകാശത്തേക്ക് നോക്കിയിരിക്കാനും തണലൊരുക്കുന്ന കെട്ടിടമല്ല ദൈവത്തിന്റെ സഭ. 33 തിരുവയസ്സിലെ ഓമനകുമാരന്റെ നെഞ്ചിനകത്ത് ചുടുചോര ഊറ്റി ദൈവം നിന്നെ വീണ്ടെടുത്തിരിക്കുകയാൽ ദൈവത്തിന് കൊടുക്കുന്നത് പൂർണ്ണ മനസ്സോടെ. ആ കൈയൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടെ. പ്രിയപ്പെട്ടവരെ, ഈ മിനിഞ്ഞാന്ന് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതിൻ്റെ ഇളക്കം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതല്ല. ഏതാണ്ട് 23 വർഷത്തിലേറെയായെന്നാണ് എൻ്റെ ഓർമ്മ. ഹല്ലേലൂയ. ഈ PMGയിൽ ഇവിടെ തന്നെ ശുശ്രൂഷയ്ക്ക് വരാൻ തുടങ്ങിയിട്ട് ആമേൻ. ഇവിടുത്തെ ഞാനിതിൽ എപ്പോഴും വരുമ്പോൾ ആ പഴയ ഹോൾ എൻ്റെ ഓർമ്മയിലുണ്ടാവും, ഓടിട്ട ഹോള്. ഹല്ലേലൂയ. അതിൻ്റെ പുറകെ കുറേ കസേരയും ആ കസേര തന്നെ ബൈബിൾ വെക്കാൻ പറ്റിയൊരു സ്റ്റാൻഡും അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. ആമേ. അലക്സാണ്ടർ സാറും KK അങ്കിളും ഒക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മയായി കിടക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടെ പറയുന്നു, ആമേൻ, ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ പറ. പൂർണ്ണമായി. ഞാൻ ഈ സാധാരണ പറയും, ഒരാൾ കൈയടിക്കുന്നുമില്ല, പാടുന്നുമില്ല, അന്യഭാഷയും പറയുന്നില്ല. എൻ്റെ ജോബിൻ പാസ്റ്ററെ, കൈയടിക്കാത്തവർക്ക് കർത്തൃമേശ കൊടുക്കാതിരിക്കാൻ പ്രമാണമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ പെന്തിക്കോസിനകത്ത് ഒരിക്കൽ പോലും ആരാധിക്കാത്തവന്മാരാണ് ഈ തിന്നുകൊണ്ട് പോകുന്നതല്ല. എന്നാ കൈയടിച്ചില്ലേ നിങ്ങളെ സഭയിൽ നിറക്കി വിടുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ കുഴയുന്നൊരു സ്ഥലമുണ്ട്, അത് മണവാളന്റെ ഡോറിന്റെ മുമ്പിലാണ്. അടുത്ത യോഗമൊന്നും എൻ്റെ സ്വപ്നമല്ല. ഞാൻ പാളയം PMG കണ്ടോണ്ടല്ല ജീവിക്കുന്നത്. പക്ഷെ ഒരു യാഥാർത്ഥ്യം അതാണ്, കുഴയുന്നൊരു സ്ഥലമുണ്ട്. അത് അവിടെ നമ്മൾ ഈ പറയുന്ന ഒരിടപാടും നടക്കുകയില്ല. ഞാൻ അതിലേക്കാ ഇന്ന് പകൽ ഈ ദൂതുമായിട്ട് വരുന്നത്. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടാകുന്ന ന്യായശാസ്ത്രിയുടെ മറുപടി കേട്ടോ. നിന്റെ ദൈവമായ കർത്താവിനെ പറ, ദൈവമക്കൾ പറ, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ. അപ്പൊ പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ പൂർണ്ണ ശക്തി ഉണ്ടാകും. പൂർണ്ണ ശക്തി നീ ഉപയോഗിക്കാൻ തയ്യാറായാൽ ആത്മാവ് നിന്റെ കൂടെ നിൽക്കും. നിന്റെ ഹൃദയത്തിന്റെ വാഞ്ച ആരാധനയാകും. ഹല്ലേലൂയ. പക്ഷെ ഇതിനകത്തൊരു രസം കേൾക്കണം. ഇത്രയും നീണ്ടൊരു വാക്യം ഇത് യേശു പറഞ്ഞതല്ല. കേൾക്കുന്നുണ്ടോ? ന്യായശാസ്ത്രി പറഞ്ഞതാ. ഈ ന്യായശാസ്ത്രി
ഈ മറുപടി യേശുവിനോട് പറയുമ്പോൾ കർത്താവ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, നീ പോയി അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഹലോ, നീ പോയി ഒന്നുകൂടെ പറ, സഹായിക്കേ, അങ്ങനെ ചെയ്യുക. എത്ര സിമ്പിൾ യേശുവിന്റെ മറുപടി, നീ പോയി അങ്ങനെ ചെയ്യേ. അങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ ന്യായശാസ്ത്രിയുടെ ഡൗട്ട്, ആരാ കൂട്ടുകാരൻ? ഒന്നുകൂടെ പറയട്ടെ, ഈ കൂട്ടുകാരൻ ആരാണ് എന്ന് ചോദിച്ച ന്യായശാസ്ത്രിയോടാ എന്റെ ചോദ്യം. നീ പറഞ്ഞ മറുപടിയിൽ, അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞ മറുപടിയിൽ കൂട്ടുകാരൻ മാത്രമല്ലല്ലോ ഉള്ളത്, നിന്റെ ദൈവമായ കർത്താവിനെ ഇല്ലേ? അപ്പൊ കർത്താവ് ആരാന്ന് ഇദ്ദേഹത്തിന് ഡൗട്ടില്ല. കേട്ടില്ല? യാഹ്വേ, എൽ എലിയോൻ, എലോഹീം എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ദൈവത്തെ ഈ മനുഷ്യന് ഡൗട്ടില്ല. ഈ മനുഷ്യന് ഡൗട്ട് അടിച്ചത് ഈ വാക്കാണ്, കൂട്ടുകാരൻ. അങ്ങോട്ടാ നമ്മുടെ ദൂത് വരുന്നത്, ആരാ എൻ്റെ കൂട്ടുകാരൻ? അപ്പൊ ഇദ്ദേഹത്തിന്റെ ചിന്ത, കൂട്ടുകാരൻ്റെ തോളെ കൈയിട്ടാൽ എങ്ങനെയാ നിത്യജീവൻ കിട്ടുന്നത്? ഓ, ഇതാരോട് പറയാൻ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കർത്താവിനോട് ന്യായശാസ്ത്രി പറയാ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നും നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ നീ സ്നേഹിക്കണമെന്ന് ഉത്തരം പറഞ്ഞു. അതിനകത്ത് ന്യായശാസ്ത്രിക്ക് ഡൗട്ട് ഇളകി. ഡൗട്ട് അടിച്ചത് കർത്താവിനെ കുറിച്ചല്ല, ഡൗട്ട് കയറിയത് കൂട്ടുകാരനാരാ. കാര്യം ചോദ്യത്തിന്റെ പ്രസക്തി വേറെയാ. ചോദ്യം ചോദിച്ചത് നിത്യജീവൻ കിട്ടാൻ എന്നാ ചെയ്യണമെന്നാ. ആ നിത്യജീവൻ കിട്ടാനുള്ള പ്രോസസ്സിനകത്ത് ഒരാള് കൂട്ടുകാരനാ. അദ്ദേഹത്തിന് ഈ വാക്ക് അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ വാക്ക് ഡൈജഷനിലോട്ട് വരുന്നില്ല, ഈ വാക്ക് ഡൈല്യൂട്ട് ആകുന്നില്ല. ആരാണ് എൻ്റെ കൂട്ടുകാരൻ? ഒരാമയെ പറഞ്ഞാട്ടോ ദൈവമക്കൾ. ഒരു വെപ്രാളം ന്യായശാസ്ത്രിയുടെ അകത്ത് കയറുകയാ. എൻ്റെ കൂട്ടുകാരൻ ആരാ? ദൈവമക്കൾ ഒരാമേൻ പറയാൻ പറ്റുമോ? കൂട്ടുകാരൻ ആരാ? എനിക്ക് കർത്താവിനെ അറിയാം, എനിക്ക് ഹോവയാം ദൈവത്തെ അറിയാം, എനിക്ക് യാഹുവിനെ അറിയാം, എനിക്ക് എലോഹീമിനെ അറിയാം, എനിക്ക് എലിയോനെ അറിയാം. പക്ഷേ നിത്യജീവൻ അവകാശിയാകാൻ ഈ മുമ്പിൽ വന്ന കൂട്ടുകാരൻ ആരാ? ഈ ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടിയാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ എന്നെ കേൾക്കുന്നവർ എത്ര പേരുണ്ട്? ഈ ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടിയാ ബൈബിളിലെ ഗൗരവമുള്ള ഈ സംഭവം. ഏത് സംഭവം? ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് ഇതെന്തിന് പറയുന്നതാ? ഈ യെരിഹോവിലേക്ക് പോയ മനുഷ്യനെ കുറിച്ച് പറയുവല്ല. ഹല്ലേലൂയ. ഒരാൾ യെരിഹോവിലേക്ക് പോയെന്ന് പറയാനല്ല ഈ സംഭവം. ഈ സംഭവത്തിന്റെ പുറകിൽ ഒരു ചോദ്യം കിടക്കുന്നു. എന്നാ ചോദ്യം? നിത്യജീവൻ എങ്ങനെ കിട്ടുമെന്നുള്ളതാണ്. എന്നോടൊപ്പം ഉണ്ടോ? അതുകൊണ്ട് ഈ ദൂത് കൊണ്ട് നമ്മൾ ശത്രുവിനെ ജയിക്കാനും അയൽവക്കത്ത് തുറിച്ചു നോക്കുന്നവന്റെ കണ്ണു കുത്തിപ്പൊട്ടിക്കാനും അല്ല പോകുന്നത്. ഈ ദൂത് കൊണ്ട് നമ്മുടെ ലക്ഷ്യം എങ്ങനെയാണ് ഈ ഉപ്പുമണ്ണിൽ നിന്ന് നിത്യജീവൻ പ്രാപിക്കാൻ പറ്റുന്നത്? എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? അതാ ഈ ചോദ്യം. ഈ ബൈബിൾ ഇന്റർപ്രിട്ടേഷൻ മോഡൽസ് ഉണ്ട്, ബൈബിൾ വ്യാഖ്യാന രീതിയുണ്ട്. ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ആ ഒരു വാക്യത്തെ നിന്ന് വ്യാഖ്യാനിച്ച ഒരു ഈണും കിട്ടുകയില്ല, ഒരു കോണും കിട്ടുകയില്ല. വ്യാഖ്യാനിക്കുമ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്ന സംഭവങ്ങൾ വായിച്ച് താഴോട്ട് വന്നാൽ ഏകദേശം നമുക്ക് ആ ഭാഗം മനസ്സിലാകും. ഇവിടെ ഈ സംഭവം ചുമ്മാ വ്യാഖ്യാനിച്ച കുഴയും. ഒരു മനുഷ്യൻ, ആരാണ് അയാൾ? അയാളുടെ പേരില്ല, അഡ്രസ്സില്ല, ഏത് വീടാന്നില്ല. അയാൾ യെരുശലേമിൽ നിന്ന് യെരിഹോവിൽ. എന്തിനാ യെരുശലേമിൽ പോയത്? എന്തിനാ യെരിഹോവിൽ പോയത്? ഒന്നും അറിയത്തില്ല. ഇത് വേറെ സംഭവമാണ്. ഈ പോകുന്നവൻ അല്ല ഇവിടുത്തെ വിഷയം.
അവൻ യാത്ര ചെയ്യുന്ന റൂട്ടല്ല ഇവിടെ വിഷയം. ഇവിടെ യേശു പറഞ്ഞ വാക്കിനകത്തല്ല മുഴച്ചു നിൽക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാം? എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഒരു വല്ലാത്ത ചോദ്യം പാളയം സഭയ്ക്കകത്ത് കയറി കിടക്കണം. കൈയടിച്ച് പാടി കൂടി പോയി, എനിക്കെങ്ങനെ നിത്യത കിട്ടും? എനിക്കെങ്ങനെ അവിടെ ചെല്ലാം? നിത്യജീവൻ അവകാശിയാകാൻ ഇനി എനിക്ക് ആ സംഭവത്തിൽ കയറാം. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്ന വഴിയിൽ അവൻ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. ഒന്നാമത്തെ ചിന്ത നിങ്ങളുടെ മനസ്സിൽ കയറണം. ഏതെങ്കിലും ഒരിടത്ത് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കാതെ, മുന്നേറാൻ ആഗ്രഹിക്കാതെ, അടുത്തൊരു ലെവലിലേക്ക് കയറാൻ ആഗ്രഹിക്കാതെ, ഉയരാൻ ആഗ്രഹിക്കാതെ, ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് ദ്രവിക്കാനും പുഴുക്കാനും ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കള്ളന്മാരുടെ പോരാട്ടം ഉണ്ടാകത്തില്ല. ആർക്കാ പോരാട്ടം ഉണ്ടാകുന്നത്? മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത്. യെരൂശലേമിൽ തന്നെ തുടരുവാണെങ്കിൽ കള്ളം പിടിക്കുമോ? ഇല്ല. അപ്പോ നമ്മുടെ ഡെസ്റ്റിനികളിലേക്ക്, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ നിങ്ങൾ എന്ന് തീരുമാനിക്കുന്നു, അന്നാണ് നിങ്ങൾക്കെതിരെ പോരാട്ടം വരുന്നത്. ചില കുടുംബങ്ങള് ശത്രു ആക്രമിക്കുന്നതിന്റെ കാര്യം അവർ അശുദ്ധരായതുകൊണ്ടല്ല, അവർ അപകടകാരികളാണ്. സാത്താന്റെ ഡെസ്റ്റിനികളിലേക്ക് പൈശാചിക മണ്ഡലങ്ങൾ പിടിച്ചു വെച്ച മേഖലകളിലേക്ക് ചിലതിനെ തിരിച്ചെടുക്കാൻ ഒന്ന് കരമടിച്ചു ദൈവത്തെ സ്തുതിക്കാമോ? ഇന്ന് പകൽ മുന്നേറാൻ ഞാന് ദൈവമക്കളോടൊരു ചോദ്യം ചോദിക്കാം. ഏതാണ്ട് 270 പേരുണ്ടായിരുന്നു പൗലോസിന്റെ കപ്പലിൽ. 265 72. ഹല്ലേലൂയ. ഇത്രയും പേരുള്ള ഒരു കപ്പല് മാൾട്ട, അതൊരു സൈനിക കേന്ദ്രമാണ്. മാൾട്ട, ആ മാൾട്ടയിലേക്ക് ചെന്ന് കയറുന്നു. നമ്മൾ ആ ഭാഗമല്ല. കാര്യം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവരെ ഉണർത്താൻ പറ്റിയൊരു പാമ്പ് അവിടുത്തെ പാമ്പ്. കാര്യം ആ പാമ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊന്ന് ഉണരും. ഏതെങ്കിലും പാമ്പെന്നെ കടിച്ചാലോ എന്ന് ഓർത്ത് ഒന്ന് കൈകൊടയോ ഒക്കെ ചെയ്യും. അല്ലാതെ നിത്യജീവനെ കുറിച്ച് പറഞ്ഞ ആര് കൈകൊടയാണ്? വേറെ പണിയൊന്നുമില്ല. മെലിത്തയിലെ പാമ്പ് സ്റ്റാൻഡേർഡ് പാമ്പാണ്. 272 പേര് മാൾട്ടയിലേക്ക് ചെന്നിറങ്ങി. മെലിത്ത ദ്വീപിലേക്ക് ചെന്നിറങ്ങിയപ്പോൾ പാമ്പ്, നമ്മൾ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ അഡ്രസ്സിൻ്റെ ബോർഡും കൊണ്ട് അവിടെ ആളുകൾ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? കുര്യൻ, അവറാച്ചൻ, തോമാച്ചൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പം നമ്മുടെ പേരാണ് ആ ബോർഡിൻ്റെ അടുത്തോട്ട് നിന്നാൽ മതി, പിന്നെ അവരെന്ത് ചെയ്തോളൂ, നോക്കിക്കോളൂ. ഇതുപോലെ കപ്പൽ സീപോർട്ടിൽ ചെന്ന് പാമ്പ് കാടുമായിട്ട് നിൽക്കുക. പൗലോസാരാണ്. സ്വോത്രം പറയണ്ട, നിങ്ങളൊന്ന് ചിരിക്കും. അങ്ങനെ പൗലോസാരാണ്. നേരെ പൗലോസ് കൊണ്ട് ഞാനാ പൗലോസ്, ഒറ്റക്കൊത്ത്. അങ്ങനെ അല്ലല്ലോ ഈ സംഭവിച്ചത്. പാമ്പ് തേടി ചെന്ന് പൗലോസിനെ കൊത്തിയതല്ല, പൗലോസ് പാമ്പിനെ തേടി പോയതുമല്ല. പക്ഷെ കടി കിട്ടി. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ അഭിഷേകമുള്ളവൻ പ്രശ്നം തേടി പോകണ്ട, പ്രശ്നം അവനെ തേടി ഇങ്ങോട്ട് വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഉപവാസത്തിൽ 3-ാമത്തെ ദിവസം ഈ പാളയം സഭയോട് തുരുമ്പടിക്കാത്ത ദൈവത്തിന്റെ ദൂത് ഞാൻ പറയാം. അഭിഷേകമുള്ളവന് പ്രശ്നം മാത്രമല്ല, ജയവും അവന്റെ കൂടെയാ. ആമേൻ. എത്ര പേര് ദൈവത്തിന് ആമേൻ പറയുന്നുണ്ട്? ഈ ഉപവാസ പ്രാർത്ഥന ഇത് കമ്മിറ്റി വെച്ചതല്ല, ഇത് വെറുതെ സംഭവിച്ചതല്ല. ആമേൻ. ചില ജയങ്ങളിലേക്ക് ഈ സഭ ചലിക്കാൻ പോയാ.
ലബർദന അംഖരാദിയ ജനസിയാര. എന്റെ ദൈവമക്കളെ കൈയൊന്ന് അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ എന്നോട് ദൈവം പറയുന്നു, നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത ചില ജയം. ഉരതന രഗതന രഗതന. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് മെലിത്താദ്വീപിൽ ചെന്നു. നിങ്ങൾക്ക് ആ സംഭവം അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. അവിടെ വിറക് പെറുക്കിയിട്ടു എന്ന വാക്യം ശരിയല്ലേ? അപ്പൊ പൗലോസിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന് ഈ ചെറിയ തീ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഈ ഞങ്ങള് പാസ്റ്റർമാരൊക്കെ സ്ഥലം മാറി ഓരോ സഭയിലോട്ട് ചെല്ലുമ്പോൾ നല്ല ഉണർവുള്ള പാസ്റ്റർ ഒരു സഭയിലോട്ട് ചെല്ലുന്നെങ്കിൽ ആ പാസ്റ്റർ ആദ്യത്തെ ഒരു വർഷം മുഴുവനുള്ള ശ്രമം ഇവരെ ഒന്ന് ഉണർത്തിയെടുക്കാനുള്ള ശ്രമമായിരിക്കും. അതിന് എന്തെല്ലാം ഒപ്പിക്കാവോ അതെല്ലാം ഒപ്പിക്കുക. തറക്കിട്ട് ചവിട്ടുവോ, ചാടുവോ, യോഗം വെക്കുവോ, ജനത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കുവോ, കസേരയെ പിടിച്ചൊന്ന് കുലുക്കുകയോ ഒക്കെ ചെയ്യും. ഒരു വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ അടുത്ത 3 വർഷങ്ങൾ അവരെ പോലെ ഇദ്ദേഹവും ആയേക്കും. നോർമലി ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നുമല്ല. നിങ്ങൾക്ക് കുത്തുകൊള്ളുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കണം, അത്രയേ ഉള്ള കാര്യം. അതിപ്പോൾ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഹല്ലേലൂയ. നോർമലി നമ്മളെ കൊണ്ടത് ഞാൻ കണ്ടിരിക്കുന്നത് ഭൂരിഭാഗവും കോംപ്രമൈസ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കാര്യം പെട്ടെന്ന് സ്ഥലം മാറാൻ മടിയായതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യുന്നതല്ലേ നല്ലത്. പൗലൂസിന്റെ പ്രത്യേകത, പൗലൂസിന്റെ അഭിഷേകം കോംപ്രമൈസ് ചെയ്യുന്ന അഭിഷേകമല്ല. ഓ മൈ ഗാഡ്. പൗലൂസിന്റെ അകത്ത് വേർതിരിക്കുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകത, സാഹചര്യങ്ങൾക്ക് സല്യൂട്ടടിച്ച് സാഹചര്യങ്ങളുടെ ചാര ജീവിക്കുന്ന ഒരു അഭിഷേകമല്ല. പൗലൂസിന്റെ അഭിഷേകം സാഹചര്യങ്ങളോട് പോരടിക്കുന്ന അഭിഷേകമാണ്. ഞാൻ ദൈവമക്കളോട് പറയുന്നു, എതിരെ വരുന്നത് സിംഹമാണെങ്കിലും സിംഹത്തിന്റെ വലിപ്പത്തെക്കാൾ അഭിഷേകത്തിന്റെ വലിപ്പത്തിന് പ്രാധാന്യം കൊടുത്താൽ ജയം നിന്റെ കൂടെയാ. നന്നായിട്ടൊന്ന് ആരാധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചേ, പാമ്പിളകുന്നത് ആർക്കെതിരെയാണ്? വിറക് പെറുക്കുന്നവനെതിരെയാണ് എന്ന് പറഞ്ഞാൽ പാളയം PMG സഭ അറിയണം. ഇത് പോരാട്ടങ്ങളിലൂടെ വന്നൊരു സഭയാണ്. ഇത് പൂട്ടിക്കളയാൻ അന്ധകാര ശക്തികൾ ആവോളം കിടഞ്ഞു നോക്കിയിട്ട് അഭിഷേകമുള്ള ദൈവമക്കളെ കണ്ണുനീരുകൊണ്ട് ഈ സഭ പോരടിക്കാൻ, ചിലതിനോട് പടവെട്ടാൻ, ഈ 2026 ചിലതിന്റെ മേൽ സഭ ജയം. ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളോട് പറയുന്നു, ഒരു ദേശത്തുള്ള ആത്മയുദ്ധം ജയിക്കണമെങ്കിൽ ആദ്യമായി ആ ദേശത്ത് വാഴുന്ന ദുരാത്മലോകത്തോട് യുദ്ധം ചെയ്യാൻ സഭ തയ്യാറാകണം. നിങ്ങൾ എന്നെ എങ്ങനെ കേൾക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ ആഴമായിട്ട് എന്നെ കേട്ടാൽ നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒരു അൺസീൻ വേൾഡ് ഇതിൻ്റെ പുറത്ത് ചലിക്കുന്നുണ്ട്. സുതാര്യമല്ലാത്ത, നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയാത്ത, നമുക്ക് കാണാൻ കഴിയാത്ത
വിസിബിൾ അല്ലാത്ത ഒരു സാധനം നമ്മളെ നിരാശപ്പെടുത്താൻ, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ, ഫിസിക്കലി നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യാൻ, രോഗിയാക്കാൻ, മാനസികമായി അടിച്ചു തകർക്കാൻ, നിരാശപ്പെടുത്താൻ, നിന്റെ ശരീരത്തെ ബന്ധിക്കാൻ പുറത്ത് നടക്കുന്ന ഒരു ഇരുട്ടിന്റെ വേൾഡ് ഉണ്ട്. അതിനെതിരെ വേണം സഭ പോരാടാൻ. വാഴ്ചകളോട്, കമോൺ കമോൺ, അധികാരങ്ങളോട്, ദുഷ്ടാത്മസേനയോട്, എനിക്കറിയില്ല, ഇതൊരു സാധാരണ പകലല്ല. കാണാത്ത ചിലതിനോട് ഇന്ന് ഈ ചർച്ചിലേക്ക് ജനത്തെ കടത്തിവിടാതെ ആത്മിക ഉണർവിനെ വെള്ളമൊഴിച്ച് കടത്തുന്ന ചില കുടിയിരിപ്പുകളുടെ മേൽ ശ്രദ്ധിച്ചേ. ഒന്ന് രണ്ട് കാര്യം വളരെ നിസ്വാർത്ഥമായി എൻ്റെ മാന്യരായ പിതാക്കന്മാരുടെയും മാതാക്കളുടെ മുമ്പിൽ ഒരു ഫയൽ വെക്കുന്ന പോലെ ഞാൻ വെക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പിശാച് പറയുന്ന ഒരു ഭാഗം പൊതുനിയമത്തിൽ കിടപ്പുണ്ട്. ആമേൻ. യേശുവിനെ ഞങ്ങൾക്കറിയാം. ഒന്ന് സഹായിക്കുന്നേ പ്ലീസ്. യേശുവിനെ, അടുത്ത വാക്കൊന്ന് പറയാമോ പ്ലീസ്? യേശുവിനെ പരിചയമുണ്ടെന്നാണോ പറഞ്ഞത്? അല്ല, യേശുവിനെ ഐ നോ, എനിക്ക് യേശുവിനെ, പൗലോസിനെ അറിയാനാണോ പറഞ്ഞത്? രണ്ട് വാക്കല്ലേ. സാത്താൻ യേശുവിനെ നന്നായിട്ട് അറിയാം. പക്ഷേ പൗലോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അറിയാമെന്നാണ് പറഞ്ഞത്, പരിചയമുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ആ പൗലോസിന്റെ റേഞ്ച് ഒന്ന് എടുത്തേ. മൂന്നാം സ്വർഗത്തിൽ കയറിയ മനുഷ്യൻ, 14 ലേഖനങ്ങളുടെ വെളിപ്പാട് പ്രാപിച്ചവൻ, അറേബ്യ മരുഭൂമിയിൽ മുട്ടുകുത്തി ദൈവാലോചന സ്വീകരിച്ചവൻ, 9 ദ്വീപും 40 പട്ടണ ഇളക്കിയവൻ, 3 ഭൂഖണ്ഡത്തെ കുലുക്കിയവൻ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? ആ മനുഷ്യനെ ഒക്കെ വെച്ച് പിശാച് പറയാ പരിചയമുണ്ടെന്ന്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ശക്തനായ പൗലോസിനെ കുറിച്ച് സാത്താൻ പറഞ്ഞത് പരിചയമുണ്ടെന്ന്. ഇങ്ങനെയാണ് നമ്മളൊക്കെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് പോലും പിശാച് അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. നിങ്ങൾ എന്നെ ഇങ്ങനെ വല്ലാതെ നോക്കുമൊന്നും വേണ്ട, ഞാൻ ഒരു സത്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ഒന്നും കഴിഞ്ഞ 30 വർഷമായി പെരുവരിലെ കുത്തിച്ചാടുമ്പോ സാത്താൻ പൗലോസാ. നിൽക്കത് മനസ്സിലായില്ല. ഈ ഒത്തിരി പേര് പോരാട്ടം പേടിച്ച് സാത്താന്റെ സാമ്രാജ്യത്തെ ആക്രമിച്ച് ശുശ്രൂഷിക്കുകയല്ല. അവര് സേഫ് സോൺ വഴി സൈഡിൽ കൂടെ അങ്ങ് പോകും. അന്നേരം പിന്നെ സഭയ്ക്കകത്ത് വരുന്ന ആത്മാക്കള്, സഭയിൽ ഉള്ള ദൈവമക്കൾ പ്രസവിച്ച് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അങ്ങനെ ആത്മാക്കൾ വർദ്ധിക്കുന്നതല്ലാതെ സാത്താന്റെ പിടിയിൽ നിന്നൊരെണ്ണം അകത്തോട്ട് വരികയില്ല. എന്നോട് കൂടെ ഇല്ലായിരിക്കും അല്ലേ? എൻ്റെ പൊന്നേടാ, ഇതിനൊന്നും നേരില്ല, നീ എന്നെങ്കിലും ഒന്ന് പറഞ്ഞേച്ചൊന്ന് നിർത്തിക്ക്, ഒന്ന് 1 മണി ആക്ക്, വേഗം നടക്കുകയല്ല. സാത്താന്യ ലോകത്തെ ആക്രമിച്ച് ആ കാലഘട്ടത്തിലെ ദൈവമനുഷ്യനാ പൗലോസ്. ഞാൻ ദൈവസഭയോട് പറയുന്നു, ഈ സേഫ് സോൺ പ്രയറുകൾ അവസാനിപ്പിച്ചിട്ട്
ഒന്ന് ആക്രമിച്ച് കയറാൻ പറ്റുമോ ആത്മാവിൽ? ഞാൻ കുറച്ചും കൂടെ ഗൗരവമായിട്ട് ആ ഭാഗം ഒന്ന് പറയാം. ബൈബിളിനകത്ത് ഉറങ്ങിയപ്പോൾ സാത്താൻ കള വിതച്ചെന്ന് വാക്കിയല്ലേ? ഉറങ്ങിയപ്പോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറങ്ങാൻ കാത്തിരിക്കുന്ന ഒരു ദുരാത്മലോകം പുറത്തുണ്ടെന്ന് ഡയറിയിൽ എഴുതി വെക്കണ്ടേ? ആമേ. ഉറങ്ങുന്നവന് എന്ന് പറഞ്ഞാൽ ആത്മീക ഉറക്കം മരണതുല്യമാണ് ബൈബിളിൽ. ഇന്ന് ഇവര് ശ്രദ്ധിച്ചിരുന്നത് നന്നായിരുന്നു പാസ്റ്റർ, ശ്രദ്ധിച്ചിരുന്നത് നന്നായിരുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ ആക്റ്റീവായി പോകുന്ന ഒരു സഭ, പാളയം PMG ചർച്ച് ആക്റ്റീവായിട്ട് ആത്മാവിൽ ജ്വലിച്ചു പോകുമ്പോൾ ആ സഭയെ ഉറക്കുന്ന വ്യാപാരങ്ങളുണ്ട് പുറത്ത്. എന്തിനാ പാട്ട്, എന്തിനാ പ്രാർത്ഥന, എന്തിനാ ആരാധന, എന്തിനാ അന്യഭാഷ, എന്തിനാ വെളിപ്പാട്? Just you go sleep. ജനത്തെ ഉറക്കുന്ന സ്പിരിറ്റ്. അഭിഷേകം വേണ്ട, ആരാധന വേണ്ട, ദൈവ സാന്നിധ്യം വേണ്ട. പ്ലീസ് യു ഗോ സ്ലീപ്. കൈയടിച്ചില്ലാലും സാലറി കിട്ടും, കൈയടിച്ചില്ലാലും വീടുണ്ട്, കൈയടിച്ചില്ലാലും ബാങ്കിൽ കാശ് ഉണ്ട്. അതുകൊണ്ട് ഉറങ്ങ. ഓ, ഇന്ന് പകൽ എന്തോ അഴിയുകയാ, എവിടെയൊക്കെയോ ദൈവത്തിന്റെ കരം ചലിക്കുകയാ. പ്രാർത്ഥിക്കാൻ വയ്യ, ഉപവസിക്കാൻ വയ്യ, മുട്ടിന്മേലിരിക്കാൻ വയ്യ, വീടിനകത്ത് കുടുംബ പ്രാർത്ഥനയില്ല. ഉറക്കുന്ന വ്യാപാരം ഇന്ന് പകൽ അഴിയട്ടെ. അമ്പർദാന വേദക്കടക തുര്യഞ്ചാന വൈഡാരക്ഷ ശബ്ദാരാജ റൗഡാമാന ഹൗഡാരാജ ശ്രദ്ധിച്ചേ. സാത്താൻ ഉറങ്ങുന്ന സമയത്ത് പറ കളവെതച്ചു. കളവെതച്ച് എല്ലാവരും എന്നെ കേട്ടെ പ്ലീസ്. കളവെതച്ച് കള വളർന്നു. ഈ ഭൂമിയിൽ വളം വേണ്ടാത്തത് കളയ്ക്ക. നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് വെച്ചാൽ കളയ്ക്കുള്ള വളം തരാൻ പറഞ്ഞേ. ഹലോ, പക്ഷെ നല്ലത് എന്തെങ്കിലും വളമില്ലാതെ വളരുമോ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇത് കളയുടെ ലോകമാണ്. അയാൾക്ക് വളരാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു വിശുദ്ധന് ഈ ക്ലൈമറ്റ് പറ്റുന്നില്ല. ഇനി ശ്രദ്ധിച്ചോണം. ഈ കള വളർന്നു. ഈ കളയുടെ പ്രശ്നം എന്നറിയോ? കള എപ്പോഴും നല്ലതിനെ ചുറ്റിയേ നിൽക്കത്തുള്ളൂ. ഗുണം വരുന്ന ഒരുത്തനുണ്ടോ, ഈ നശിച്ച കള അവന്റെ ചോട്ടിൽ നിന്ന് മാറുകയില്ല. ഹല്ലേലൂയ. മക്കളെ എന്നോട് കൂടെ ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇതിങ്ങനെ അങ്ങ് ഈ നല്ലതുമായിട്ട് അങ്ങ് അടുത്ത് നല്ലതിനെ അങ്ങ് വട്ടം പിടിച്ച് പെട്ടെന്ന് കളയെല്ലാം കൂടെ വളർന്നു വന്നപ്പോൾ 2025 നവംബർ മാസം PMG പാളയം സഭ അങ്ങ് ഉണർന്ന് പെട്ടെന്ന് ഒരു ആത്മവ്യാപാരം ഉണ്ടായപ്പോൾ നമ്മുടെ പാസങ്ങളുമെല്ലാം പറഞ്ഞു നമുക്ക് കള പറിക്കണമെന്ന് പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ കള പറിക്കണം. കള പറിക്കാനും ഇവർക്കറിയാം, കളയും ഇവർക്ക് മനസ്സിലാകും, കള പറിക്കാനുള്ള ആരോഗ്യം ഇവർക്കുണ്ട്. പക്ഷെ തമ്പുരാൻ ഇടപെട്ട് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. കാര്യം എന്നാണെന്നറിയാമോ? കള പറഞ്ഞാൽ നല്ലതും കൂടെ പറയുന്ന രീതിയിലാണ് ലോക്കാക്കിയിരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല.
നല്ലതിന് നിൽക്കാൻ മേലാത്ത രീതിയിലാണ് ഈ കള കയറി ലോക്കായത്. ഇന്ന് ഈ പകലത്തെ യോഗത്തോട് പ്രത്യേകത എന്നറിയാമോ? ഈ നല്ലതിനെ ഇളക്കാൻ കളം നടത്തിയ സകല അടിവേരുകളും അഭിഷേകം ഇന്ന് പറിക്കാൻ പോയാ. ഇന്ന് പകൽ ഈ ദൂത ആഴത്തിൽ വീഴുകയാ, ആഴത്തിൽ വീഴുകയാ. ചില തലമുറകളെ കയറി ചുറ്റിയത്, ചില കുടുംബത്തെ കയറി ചുറ്റിയത്. ആരാധിച്ച് ജയിക്കുക എന്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ. ഈ മൂന്നാമത്തെ ദിവസം നീ അറിയാതെ നിന്റെ വീടിനെ കയറി ചുറ്റിയത് ഇന്ന് പകൽ അഴിയാൻ പോയാ. ചിലരുടെ ഭാവിയെ ചുറ്റിയത്, ചിലരുടെ തലമുറയെ ചുറ്റിയത്. ഓ, ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? ദൈവത്തിന് കള പറയുന്നതിനേക്കാൾ അത്യാവശ്യം നല്ലത് പറയാതിരിക്കേണ്ടതാണ്. നിങ്ങൾക്കത് മനസ്സിലായില്ലെന്ന് തോന്നല്ലേ? എത്ര ഉപവസിച്ചാലും അഴിയാത്ത രീതിയിലാണ് ചിലത് കൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ വിഷയത്തിന് ദൈവത്തിന് വിടുതൽ തരാനും പറ്റുകയില്ല. കാര്യം ആ സാധനം പറിച്ച കൂടെ നീയും പറയും. അവിടെ തമ്പുരാൻ ഈ നല്ലതിനോട് പറഞ്ഞെന്നറിയോ? കള ഒഴിവാക്കിയുള്ള ഒരു ലൈഫ് നീ പ്രതീക്ഷിക്കണ്ട. കൊയ്യുന്ന അന്ന് വരെ ഇവൻ നിന്റെ അടുത്ത് നിൽക്കും. ഇവനെ നിർത്തിക്കൊണ്ട് നിന്നെ നൂറുമേനിയാക്കാൻ എനിക്കറിയാം. Come on, come on, come on, somebody. നന്നായിട്ട് ആരാധിക്കാവോ? നന്നായിട്ട് ആരാധിക്കാവോ? ഹല്ലേലൂയ. എന്നെ ഭാഗം വേഗം പറഞ്ഞു മുൻപോട്ട് പോകാം. ആ പാമ്പിന്റെ കടി ഒഴിവാക്കാൻ വേണ ദൈവത്തിന് പറ്റുമായിരുന്നു. പക്ഷേ തമ്പുരാൻ ആ പാമ്പിനോട് പറഞ്ഞു വന്ന് കടിച്ചോളാൻ പറഞ്ഞു. ഈ കടിക്കുന്നത് വരെ ആ പാമ്പ് ഇന്നലെ ചെയ്ത് തന്നെ എപ്പോഴും ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ആ പാമ്പ് ഒത്തിരി പേരെ കടിച്ചിട്ടുണ്ട്. അതിന് തെളിവ് അവിടെ തന്നെ കിടപ്പുണ്ട്. അവൻ വീർക്കും, അവൻ ചത്തു വീഴും. ഒന്ന് പറഞ്ഞ് കണ്ടോ ആരെങ്കിലും ആ വാക്യം? വായിച്ചേ ആരെങ്കിലും? ആൻറ്റി ആ റെഫറൻസ് പറഞ്ഞ 28-ന്റെ വായിച്ചേ. അല്ല ആരെങ്കിലും വായിച്ച അവൻ വീർക്കും. ഇത് എവിടുന്നുണ്ടായി ഈ സ്റ്റഡി? അവൻ വീർക്കും, അവൻ പെട്ടെന്ന് ചത്തു വീഴും എന്ന് മെലിയത്തക്കാർ പറഞ്ഞത് ദാറ്റ്സ് എക്സ്പീരിയൻസ്. ഈ പാമ്പ് ഇതിനു മുമ്പ് ആരെങ്കിലും കടിച്ചിട്ടുണ്ടോ? ഉള്ളവരെല്ലാം വീർത്തിട്ടുകൊണ്ട് കടിച്ചത് വരെ കറക്റ്റാണ്. ആർക്ക്? സാത്താന്. എനിക്കിന്ന് പകൽ ഒത്തിരി സന്തോഷമാണ്. റിയലി കടിച്ചത് വരെ പാമ്പിന് കറക്റ്റാ. പക്ഷേ കടിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് കാര്യം തിരിയാൻ തുടങ്ങി. കാര്യം എന്താണെന്നറിയാമോ? വീർക്കുമെന്ന് പറഞ്ഞ സമയത്ത് വീർക്കുന്നുമില്ല, ചാകുമെന്ന് പറഞ്ഞ സമയത്ത് ചാകുന്നുമില്ല.
PMG സഭയ്ക്കകത്ത് പറയാനൊരു ദൂത് ദൈവമാനോട് പറയുകയാ, സാത്താന്യ ലോകത്തിന് കണക്ക് തെറ്റാൻ പോകുകയാ. നല്ലപോലെ ആ കരമൊന്ന് അടിച്ച് ദൈവമക്കളൊന്ന് ആരാധിച്ചേ. നിന്റെ തലമുറക്കെതിരെ, നിന്റെ വീടിനെതിരെ വീർത്തില്ല, ചത്തു വീണു. ഞാൻ ഒരു വാക്ക് പറഞ്ഞ അവിടുന്ന് ദൂതന്റെ ഗൗരവത്തിലേക്ക് വരികയാ. ഇന്നലെ വരെ പാമ്പിന്റെ കടിയേറ്റവരാ ചത്തത്. പക്ഷെ പൗലൂസിനെ കടിച്ചപ്പോ കടിയേറ്റ പൗലൂസ് അല്ല ചത്തത്, കടിച്ച പാമ്പാ ചത്തത്. കാര്യങ്ങൾ മൊത്തം ഇന്ന് തിരിയാൻ പോവാ. പൈശാചിക അജണ്ട ഇന്ന് തിരിയാൻ പോവാ. നിന്റെ വീടിനോട് ബന്ധപ്പെട്ട് പിശാചുണ്ടാക്കിയ അജണ്ട ഇന്ന് പകൽ ഈ യോഗത്തിലിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് ഗൗരവമായി പറയുകയാ, നിന്റെ വീടിനകത്ത് സാത്താന്യ അജണ്ടകൾ തിരിയാൻ പോകയാ. പോട്ടെ, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് നിത്യജീവൻ എന്ന വാക്കിലോട്ട് വരുക. യെരൂശലേമിൽ നിന്ന് അപ്പൊ മുന്നേറാൻ ആഗ്രഹിക്കുന്നവന് പ്രശ്നമുണ്ട്. മുന്നേറാൻ ആഗ്രഹിക്കുന്നവന് ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, നല്ല ചോദ്യം, ഈ തള്ളി പറഞ്ഞ പത്രോസിന്റെ ദൈവരാജ്യത്തിന്റെ താക്കോല് കൊടുക്കാതെ തള്ളി പറയാത്ത ബാക്കി 10 ചേട്ടന്മാരുടെ കൊടുത്താൽ എന്താ കുഴപ്പമെന്ന്. നല്ല ചോദ്യമല്ലേ? ഇരുന്ന് പ്രാഗി ഈ മനുഷ്യൻ്റെ കൊടുക്കണോ, അതോ പ്രാകാത്ത നല്ല ദൈവമക്കൾ പലരും ഇല്ലേ, അവരുടെ കൊടുക്കാൻ മേലെ? ഞാനിത് എന്നോട് തന്നെ ചോദിച്ചപ്പോൾ ഈ ആരാണ്ട് എന്നോട് ചോദിക്കുന്ന പോലെ തോന്നി, ഈ ബാക്കി 10 പേരെന്താ തള്ളി പറയാഞ്ഞെന്ന്. ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായി, ബാക്കി 10 പേര് തള്ളി പറയാഞ്ഞത് വിശ്വാസത്തിൻ്റെ വീര്യം കൊണ്ടല്ല, മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങാഞ്ഞുകൊണ്ടാ. മനസ്സിലായില്ല? ഞാൻ പണ്ട് ബൈക്കിൽ നിന്ന് വീണ് ദേഹമെല്ലാം മുറിഞ്ഞ് വീട്ടിൽ കിടക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ വന്നച്ച് എന്നെ വഴക്ക് പറയുക, എവിടെ നോക്കിയാടാ ബൈക്ക് ഓടിക്കുന്നത്, നല്ലതായിട്ട് ഓടിക്കാൻ മേലേടാ, അഹങ്കാരി, അനുസരണ ഇല്ലാത്തവനെ. അത് എന്നെ ഷൗട്ട് ചെന്ന് പറയുക, എനിക്ക് വയസ്സിപ്പോൾ ഇത്രയുണ്ട്, ഞാൻ ഇന്ന് വരെ ഒരു സൈക്കിളിൽ നിന്ന് പോലും വീണിട്ടില്ല, നിനക്കറിയാവോടാ? എന്നാലും ഞങ്ങളുടെ വെല്ലുമ്പ ചോദിച്ചു, അതിന് നീ അതേ കയറിയിട്ട് വേണ്ടേന്ന്. അപ്പം സൈക്കിളിൽ കയറാത്തവൻ എങ്ങനെയാണ് സൈക്കിളിൽ നിന്ന് വീഴുന്നത്? നിനക്ക് ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കി 10 പേരെന്താ തള്ളാഞ്ഞത്? ഞാനൊരു വാക്ക് പറയാം, നിങ്ങൾ വേണേ എടുത്താൽ മതി. ഈ കട്ടിലിന് കീഴിരിക്കുന്ന വിശുദ്ധനേക്കാൾ തള്ളി പറയുന്ന പത്രോസുമാരെയാണ് ദൈവത്തിന് ഇഷ്ടം. ഞാൻ കണ്ടിട്ടുണ്ട്, പെരുവഴി നിന്ന് പരസ്യവും നടത്തുന്ന ദൈവദാസന്മാരെ AC മുറിക്കാതിരുന്നുകൊണ്ടാണ് വിമർശിക്കുന്നത്. മനസ്സിലായിട്ടില്ലേ? റോട്ടിൽ പൊടിയിൽ നിന്ന് വെയിലും കൊണ്ട് പരസ്യവും നടത്തുന്ന ദൈവദാസന്മാരെ വല്ലോ രാജ്യത്തും പോയി 5 കിലോ ഇറച്ചി നിന്ന് ഒരു പണിയില്ലാതെ അതിനകത്തിരുന്നുകൊണ്ട് വിമർശിക്കുക. പോയി വല്ല ജോലി നോക്കാൻ പറയണം. പത്രോസ് തള്ളി പറഞ്ഞത് എവിടെ വെച്ചാന്നറിയോ? മഹാപുരോഹിതന്റെ മടി കയറി ഇരുന്നേച്ചാ തള്ളി പറയുന്നത്. അവന്റെ ടെറിട്ടറിക്ക് അകത്ത് കയറിയിരുന്നു. ആ മനുഷ്യന് അത്രയും പറ്റിയില്ലേ? സാത്താന്യ വേലിക്കെട്ടിന് അകത്ത് കയറിയ മനുഷ്യൻ. ഒരാമയും പറയാവോ? പോട്ടെ, എനിക്ക് ദൂതുമായിട്ട് അത്യാവശ്യം മുൻപോട്ട് പോയേ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. ഈ യെരിഹോവിലേക്കുള്ള 2 വഴികളുണ്ട്.
അതിനകത്ത് ഒരു വഴി രക്തപാതയാണ്, ഒരു കിഴക്കാൻ തൂക്ക ഇറക്കമാണ്. പക്ഷെ ആ റോഡ് സ്പീഡാണ്, പെട്ടെന്ന് ചെല്ലാം. ഇന്ന് ഈ മനുഷ്യരെ മുഴുവൻ ചതിക്കുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ ഈ GPS-നകത്തിരിക്കുന്ന ആ മാതാമ്മ. ഇപ്പം ഞാൻ അത് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, എന്നോട് വലത്തോട്ട് തിരിഞ്ഞോളാൻ പറഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞറിയപ്പോൾ വണ്ടി പോകുകയില്ലാത്തൊരു വഴി. എനിക്ക് ആ മാതാമ്മ എവിടെയാണ് ഇരിക്കുന്ന അറിയത്തില്ല. ഞാൻ അവിടെ ചെന്ന് അവരെ ചീത്ത വിളിച്ചേനെ. സത്യം, എനിക്കിപ്പം ഞാൻ ജീവിതത്തിൽ ഞാൻ ഈ മേളി വരുമെന്ന് ഓർത്താ വന്ന് ഇതിലെ കൂടെ ഒക്കെ വന്ന് അവസാനം രക്തത്താൽ ചെയ്യും. ആരാണ്ടരൊക്കെ മുറ്റം വഴിയൊക്കെ കയറി ബക്കറ്റിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് ഇവിടെ വന്നത്. ഒരു വല്ലാത്ത മാതാമയാണ് അത് കേട്ടോ. ഇന്നാൾ പണ്ടാരണ്ട് ഇട്ടുകൊണ്ട് പോയപ്പോൾ രാത്രി ഒരു തോടിൻ്റെ സൈഡിൽ ചെന്നിട്ട് പറഞ്ഞു ഇനി വഴിയില്ലെന്ന്. വിശ്വസിക്കാൻ വലിയ പാടവരെ. നിങ്ങൾ നോക്കിയാൽ ഈ മനുഷ്യൻ ഈ രക്തപാത സ്പീഡിൽ പോകുന്ന വഴി കൂടെ പോവുക. എന്നോട് കൂടെ നിൽക്കണേ പ്ലീസ് പ്ലീസ്. ആ വഴി കൂടെ പോകുമ്പോൾ അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുകയാണ്. അവനെ കള്ളന്മാർ പിടിക്കുന്നു. ശ്രദ്ധിച്ചോട്ടെ, ഇത് വിചിത്രമായ കള്ളനാണ്. നിത്യജീവൻ എന്നുള്ള വാക്കായി പറഞ്ഞു, വിചിത്രമായ കള്ളനാണ്. എന്തായി കള്ളൻ്റെ ഡ്യൂട്ടി? ഉടുപ്പഴിക്കുക, ദേഹം മുറിക്കുക, പ്രാണൻ പകുതിയാക്കുക. ഇതെന്നെ കള്ളന്. കാശ് വേണ്ട, മൊബൈൽ വേണ്ട, ഐഫോണും വേണ്ട, ആൻഡ്രോയിഡും വേണ്ട, കാറും വേണ്ട. ഇന്നാള് പത്രത്തിനകത്തത് വാർത്ത വായിച്ചു, ഒരു കള്ളൻ 3 ഡോർ തകർത്ത് പെരക്കകത്ത് കയറി അയൺ ബോക്സ് എടുത്തുകൊണ്ട് പോയത്. ഞാനോർത്ത് ഇവൻ തുണി തേക്കാതെ നടക്കുമായിരുന്നു. പിറ്റേ ദിവസം പത്രത്തിൽ വന്നവൻ മാനസിക രോഗിയായിരുന്നു. അപ്പം പിന്നെ ആശ്വാസമായി. അല്ലെ പിന്നെ കള്ളൻ്റെയും കൂടെ വില പോകും. കള്ളന് ബുദ്ധിയും വേണം, ശക്തിയും വേണം. ഏറ്റുമാൻ്റെ അമ്പലത്തിൽ ഏറ്റുമാൻ്റെ അമ്പലത്തിൽ വിഗ്രഹം മോട്ടിച്ച പുള്ളിക്ക് രാത്രി അദ്ദേഹത്തിന് ആ കള്ളൻ അറിയാറുണ്ട്. ഏറ്റുമാൻ്റെ അമ്പലത്തിൽ രാത്രി 12 മണിക്ക് 12 പ്രാവശ്യം മണിയടിക്കുമെന്ന്. അതുകൊണ്ട് ഇവൻ കമ്പിപ്പാരയും കൊണ്ട് ആ കോവിലിൻ്റെ മുമ്പിൽ വന്നിച്ച് ഓരോ മണി അടിക്കുന്ന കൂടെയാണ് പൂട്ടായിട്ട് കുത്തിയത്. എന്നാ ബുദ്ധിയാന്ന് ആലോചിച്ച് ചോദിക്കുക. അവൻ പ്രാർത്ഥിച്ചോണ്ടാണ് കുത്തുന്നത്. 12 കുത്തിനകത്ത് പൊളിയണം. കാര്യം 13 മണിയില്ല. നിങ്ങൾ കണ്ടോ വരുന്നത്? ഈ മനുഷ്യൻ എരിശലേമിൽ യെരിഹോവിലേക്ക് പോകുന്നു, കള്ളന്മാരുടെ കയ്യിലാകപ്പെട്ടു. ഇവിടെ കള്ളൻ മോഷ്ടിച്ചത് ഉടുപ്പാണ്, വസ്ത്രം. അവന് തകർത്തത് മുറിവ് കൊണ്ടാണ്. ഗ്രീവിങ് സ്പിരിറ്റ്, മുറിവിന്റെ ആത്മാവ്. മൂന്നാമത്തത് അവന്റെ പ്രാണൻ പകുതിയാക്കി. ഉടുപ്പ് ഒരു മനുഷ്യന്റെ പദവിയെ കാണിക്കുന്നതാണ്. അപ്പൊ പൈശാചിക ലോകത്തിന് പേടി നിങ്ങളുടെ പദവിയെയാണ്. എത്ര പേര് ആമേൻ പറയുന്നു എന്ന് എനിക്കറിയില്ല. അവൻ എന്താ നമ്മുടെ പദവി? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഉടുപ്പ് വലിച്ചടിച്ച് അവന്റെ ദേഹം മുറിച്ച് അവന്റെ പ്രാണൻ പകുതിയാക്കി അവനെ ആ വഴിയിൽ ഇട്ടേച്ചു പോയി. എന്റെ ചോദ്യം, അവനെ കൊന്നിട്ട് പോയില്ല. അവൻ ഈ കള്ളൻ ഇവനെ ഉപേക്ഷിക്കുമ്പോൾ ഇവന് ജീവനുണ്ട്. അപ്പോ കള്ളൻ ഇവന്റെ ജീവനേക്കാൾ പേടി ഇവന്റെ ഉടുപ്പിനെയാ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒരു ദൈവ പൈതലിന്റെ പ്രാണനേക്കാൾ പിശാചിന് പേടി നിന്റെ പദവിയെയാ. ഇനി ഇച്ചൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം. പദവി നഷ്ടപ്പെട്ടിട്ട് നീ 80 വർഷം ജീവിച്ചാലും പിശാചിന് പേടിയില്ല. ഹല്ലേലൂയ. ഈ എക്സ് മിലിറ്ററിക്കാരനെ കണ്ടുകൊണ്ടൊന്നും പാകിസ്ഥാൻകാരൻ ഓടുകയില്ല. മനസ്സിലായില്ല? പദവി നഷ്ടപ്പെട്ടവന് പ്രാണനുള്ളത് കൊണ്ട് പേടിക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രം ഒരു ആമേൻ പറഞ്ഞ്. അപ്പൊ സാത്താന്യ ലോകത്തിന് പേടി എന്തിനെയാ? നമ്മുടെ പദവി. അവന്റെ ഉടുപ്പഴിച്ച് കൂടെ വാ, പ്രാർത്ഥിച്ചുകൊണ്ട് വാ. അവന്റെ ഉടുപ്പഴിച്ച് അവന്റെ ദേഹം മുറിച്ച് അവന്റെ പ്രാണൻ പകുതിയാക്കി അവനെ ആ വഴിയിൽ ഇട്ടേച്ചു പോയി. എന്നാൽ പിന്നെ കൊന്നേച്ചു പോകാൻ മേലെ. ഒസാമ ബിൻ ലാദനെ പിടിക്കാൻ വേണ്ടി അമേരിക്കക്കാരുടെ ഹെലികോപ്റ്റർ ഒസാമ ബിൻ ലാദന്റെ അബട്ടാബാദിലെ അദ്ദേഹത്തിന്റെ കോമ്പൗണ്ടിൽ ഇറങ്ങി വെച്ച് അവർ തിരിച്ചു പോകുമ്പോൾ ഒരു ഹെലികോപ്റ്ററിന് കേടായിട്ട് ആ ഹെലികോപ്റ്റർ തകർത്തേച്ച് അവിടുന്ന് പോയത്. കാര്യം അവരുടെ ഒരു രഹസ്യങ്ങളും വേറൊരു രാജ്യത്തിന് കിട്ടാതിരിക്കാൻ മുഴുവൻ കത്തിച്ച് അവിടുന്ന് പോയത്.
എൻ്റെ ചോദ്യം, ഉടുപ്പഴിച്ചുകൊണ്ട് പോയവനെ കൊന്നിച്ചു പോകാൻ മേലെ അവൻ കള്ളന്മാർ പറയും അവൻ്റെ പ്രാണനേക്കാൾ അപകടം അവൻ്റെ പദവിയാണ്, പ്രാണനെ അല്ല ഞങ്ങൾക്ക് പേടി എന്ന് പറഞ്ഞാൽ അധികാരമില്ലാതെ ഒരാൾ എത്ര വർഷം ചർച്ചിലിരുന്നാലും പിശാചിന് അവനൊരു ഭീഷണി അല്ല. ഞാൻ ദൈവമക്കളോട് പറയുന്നു, ഞാനൊരു ദൈവപൈതലാണെന്നുള്ള അധികാരത്തിൽ നിൽക്കുന്ന ദൈവപൈതലിനെ അല്ലാതെ വേറെ 10,000 പേര് കൂടിയാലും പിശാചിന് പേടിയില്ല. അധികാരത്തിൽ നിൽക്കുന്നവനെ പേടിയാ. ശ്രദ്ധിച്ചു കേട്ടോണം. ആമേ, ഇവന്റെ ദേഹം മുറിച്ച്, ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരാവോ എൻ്റെ കൂടെ? ദേഹം മുറിച്ച് ഇവന്റെ പ്രാണൻ പകുതിയാക്കി ഇവനെ ചോര വാർന്ന് ഇവനെ റോഡിന്റെ ആ വഴിയുടെ നടുക്കിട്ടേച്ച് കള്ളന്മാര് പോകുമ്പോൾ ആണ്ട വരുന്നു, അതുവഴി ഒരു ലേവ്യൻ, ആണ്ട വരുന്നു, അതുവഴി ഒരു പുരോഹിതൻ. ഇവർ രണ്ടുപേരും ഇവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഞാൻ ദൈവമക്കളോട് പറയുന്നു, ചില തകർച്ചകൾ വരുന്നത് നല്ലതാ. ചിലരെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. ചിലരെയൊക്കെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും ഇയാൾ ആരാന്നുള്ള കാര്യം. രണ്ടുപേരും മാറിക്കടന്നുപോയി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, താണ്ട വരുന്നു പുറകെ ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് ശമരിയക്കാരൻ. ഈ ശമരിയക്കാരനെ വേദപുസ്തകം ഹൈലൈറ്റ് ചെയ്യുന്നത് സമ്മിശ്ര ജാതി എന്നും സങ്കര ജാതി എന്നും യഹൂദനെ അറയ്ക്കുന്നവനെന്നും യഹൂദന് വെറുപ്പുള്ളവനെന്നും അങ്ങനെ ജന്മം കൊണ്ട് വെറുപ്പ് സമ്പാദിച്ച ഒരാൾ അതിലേക്കൂടെ വരികയാ. നമ്മുടെ യേശുവിൻ്റെ ലൈഫിനെ നോക്കിക്കേ. യേശുവിനെ യഹൂദന്മാർ വിളിച്ചത് മറിയയുടെ മകനെന്ന. എൻ്റെ ഭാഷ പറഞ്ഞാൽ ജന്മം കൊണ്ട് വെറുപ്പ് സമ്പാദിച്ച ഒരാൾ അതിലെ വരികയാ. അതിലെ വരുന്നു, അവനെ കാണുന്നു, വാഹനമൃഗം നിർത്തി അതിൽ താഴെ ഇറങ്ങി. ആ വാക്യം എവിടെ കണക്ട് ചെയ്യണം? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി. കണ്ടോ, ഉടമസ്ഥൻ വാഹനമൃഗത്തിന് മേളിൽ താഴെ ഇറങ്ങി. എന്നിട്ട് മുറിവേറ്റവൻ്റെ അടുത്ത് വന്നു. പുരോഹിതനും ലേവ്യനും വരാൻ പറ്റാത്ത മുറിവേറ്റവൻ്റെ അടുത്ത് അവൻ വന്നു. ഞാനത് വിശദീകരിക്കും, വരാൻ പോവാണ്. ഒരു 10 മിനിറ്റ് കൂടെ കിട്ടിയാൽ മതി. അവൻ്റെ അടുക്കൽ വന്നിട്ട് മനസ്സലിഞ്ഞു, പാണ്ടക്കെട്ട് തുറന്നു, എണ്ണക്കുപ്പി തുറന്നു, വീഞ്ഞിൻ്റെ പാത്രം തുറന്നു. അവന് വേണ്ടി അവിടെ രക്ഷ തുടങ്ങുകയാണ്. ഇനി നമ്മളതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. എന്നിട്ട് കർത്താവ് ചോദിച്ചു, ഇവരിൽ ആരാ അവൻ്റെ കൂട്ടുകാരൻ? ഇവരിൽ ആരാ അവൻ്റെ കൂട്ടുകാരൻ? ചാടിക്കയറി പറഞ്ഞു, ആ രക്ഷിച്ച ശമരിയക്കാരനാ. ഇനി എൻ്റെ മലയാളം ഞാൻ പറയാം. നിത്യജീവൻ വേണോ? അവനെ കെട്ടിപ്പിടിച്ചോണോന്ന്. നിങ്ങൾക്ക് മനസ്സിലായില്ല, പറഞ്ഞു വരാം. നിത്യജീവൻ വേണോ? പുരോഹിതനെ കെട്ടിപ്പിടിക്കരുത്, പറ. ലേവ്യനെ കെട്ടിപ്പിടിക്കരുത്. നിനക്ക് വേണ്ടി എണ്ണക്കുപ്പി തുറന്നവൻ, നിനക്ക് വേണ്ടി വീഞ്ഞിന്റെ പാത്രം തുറന്നവൻ, നിന്റെ കുടുംബത്തെ വിടുവിക്കാൻ നിന്നെ ആ പെരുവഴിയിൽ നിന്ന് രക്ഷിക്കാൻ. മൈ ഗോഡ്, 2 കാര്യങ്ങൾ തുറക്കുന്നു. 1 എണ്ണക്കുപ്പി തുറക്കുന്നു, പറ. 2 വീഞ്ഞിന്റെ പാത്രം തുറക്കുന്നു. എൻ്റെ ചോദ്യം, ഈ ഒരാളെ പിടിച്ച കള്ളൻ, നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടോ പ്രിയരെ? ഒരാളെ പിടിച്ച കള്ളൻ അതോടുകൂടി കള്ളത്തര അവസാനിപ്പിച്ച് മാനസാന്തരപ്പെട്ടോ? പറ. ഇല്ല. ആ വളവിൽ എവിടെയോ ഈ ചേട്ടന്മാരിപ്പുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാത്ത ഭാഷ പറയാം. നിങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ രാവിലെ ആരെങ്കിലും ഒരാൾ ഭിക്ഷ ചോദിക്കാൻ വേണ്ടി വന്നു. ഒരു പ്രായമുള്ള മനുഷ്യനാണ്. നിങ്ങൾക്ക് ആ ആളോട് മനസ്സലിവ് തോന്നിട്ട് ചോദിച്ചു, ചേട്ടാ, വൈകുന്നേരം വരെ ഭിക്ഷ തേണ്ടിയാൽ എത്ര രൂപ കിട്ടും? അന്നേരം പുള്ളി പറഞ്ഞു, ഓ നല്ല കളക്ഷനാണെങ്കിൽ 200 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. നിങ്ങളകത്തി ഒന്നൊരു 200 രൂപ എടുത്ത് പുള്ളിക്ക് കൊടുത്താൽ പുള്ളി തെണ്ടൽ നിർത്തുമോ?
പിന്നെ ആ പൈസ പോക്കറ്റ് ഇട്ട് അടുത്ത വീട്ടുകാരിയെ പുള്ളി തീരുമാനിച്ചിറങ്ങിയതാ തെണ്ടാൻ. വൈകുന്നേരം വരെ നിങ്ങൾ 500 കൊടുത്താലും എത്തി. ഇതുപോലെ ഒരുത്തനെ കട്ടതുകൊണ്ട് ഒരു കള്ളനും കള്ളത്തരം നിർത്തുകയില്ല. ആ കള്ളൻ ആ വളവിൽ എവിടെയോ ഉണ്ട്. നിങ്ങളുടെ വല്യപ്പൻ അറ്റാക്ക് വരുത്തിയ ഒരു സാധനം ഉണ്ടല്ലോ, ആ വളവിൽ എവിടെയോ ഇരിപ്പുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചിലതിൻ്റെ കുടുംബയൂത്തിനെതിരെ പോരാടിയ ഒരു സാധനം ഉണ്ടല്ലോ, അവൻ ആ വളവിൻ്റെ എങ്ങാണ്ട് ഇരിപ്പുണ്ട്. ആ സ്പിരിറ്റ് ഒന്ന് മാനസാന്തരപ്പെട്ട്, അതിന് പൗലൂസിൻ്റെ ഒരു ഭാഷ ഞാൻ പറയാം, തിമോത്തിയോസിനോട് പറയാം, തിമോത്തിയോസെ, ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. എന്നിട്ട് പറയാ, അവൻ ഇന്നും ഗുണം വന്നിട്ടില്ല, അവൻ നിനക്കും ദോഷം ചെയ്യുമെന്ന്. അങ്ങനെ എഴുതി. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ആ കള്ളൻ അവിടുന്ന് പോയിട്ടില്ല, ആ കള്ളൻ അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ കള്ളൻ പുരോഹിതനെ ലേവിനെ എന്തുകൊണ്ട് പിടിച്ചില്ല? മറുപടി, അവർ രണ്ടുപേരും ശുശ്രൂഷക്കാരായതുകൊണ്ട് ഉടുപ്പും പാൻറ്റും ഇല്ല, കയ്യിലൊന്നും ഇല്ലെന്ന് കള്ളൻ അറിയാം. മനസ്സിലായില്ല? ഉദ്ദേശിമാരുടെ ഉടുപ്പും പാൻറ്റും കണ്ടുകൊണ്ട് അവരെ പിടിച്ച ഒന്നും കിട്ടാൻ സാധ്യതയില്ല. എന്നാള് പണ്ടാരണ്ട് തമാശ പറഞ്ഞു, ഒരു കള്ളൻ വളരെ കഷ്ടപ്പെട്ടൊരു വീടിനകത്ത് കയറി പെരക്കകത്തൂടെ എല്ലാം നടന്ന് കാശ് തപ്പുക. കാശ് എവിടെയാണ് വെച്ചിരിക്കുന്ന അറിയത്തില്ല. കള്ളൻ കാശ് തപ്പുമ്പോൾ അങ്ങനെ ഈ കള്ളൻ തപ്പിക്കൊണ്ടിരിക്കുക. വീട്ടിൽ ആൻറ്റി ഉണർന്നു. ആൻറ്റി ഉണർന്നപ്പോൾ ഒരാൾ അതിനകത്തോടെ പുള്ളി ആൻറ്റി ശാന്തമായിട്ട് ചെന്ന് ചോദിച്ചു, എന്നതാ തപ്പെന്ന് ചോദിച്ചു. നേരം പറഞ്ഞ് കാശാന്ന് പറഞ്ഞാൽ, ബാ നമുക്ക് ഒരുമിച്ച് തപ്പാന്ന്. ആൻറ്റി നാളുകളായിട്ട് ആ വീട്ടിൽ കാശ് തപ്പുക. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഓടിച്ചെന്നിട്ട് ഈ കള്ളൻ്റെ മുൻപിലേക്ക് നിന്നിട്ട് അവന് വേണ്ടി എണ്ണക്കുപ്പി തുറക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിർത്തിക്കൊണ്ട് ഞാൻ പറയാം, കള്ളൻ എന്തുകൊണ്ട് ശമരിയാക്കാരനെ ആക്രമിച്ചില്ല? അതാണ് എൻ്റെ ചോദ്യം. അപ്പൊ ഒരു കാര്യം മനസ്സിലായോ? കള്ളന്മാർക്ക് എത്ര പവർ ഉണ്ടെങ്കിലും പാണ്ടക്കെട്ടിനകത്ത് എണ്ണക്കുപ്പി ഉള്ളവന്റെ നേരെ ഒന്ന് നന്നായിട്ടൊന്ന് ദൈവത്തെ സ്തുതിക്കാവോ? അകത്ത് അഭിഷേകമുള്ളവന്റെ നേരെ ശക്തിയോടെ എന്നോട് ദൈവം പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന ഒരു ആത്മപകർച്ചയുടെ സീസൺ ആകട്ടെ. ചില വ്യാപാരങ്ങൾക്ക് നിന്നെ തൊടാൻ ഓടിച്ചെന്ന് എണ്ണക്കുപ്പി തുറക്കുന്നു, എന്നിട്ട് വീഞ്ഞിന്റെ കുപ്പി തുറക്കുന്നു. അപ്പോൾ രണ്ട് കാര്യം നിങ്ങളുടെ മനസ്സിൽ കയറിയോ? ഒന്ന് പരിശുദ്ധാത്മാവ്, വീഞ്ഞ് യേശുവിന്റെ രക്തം. ഒന്ന് അപ്പോ നിത്യജീവൻ വേണോ? നിങ്ങൾ എന്നെ കേട്ടില്ല. അല്ലയോ ശാസ്ത്രീയ, നിത്യജീവൻ വേണോ? ആശ്രയിക്കേണ്ടത് രണ്ട് കാര്യങ്ങളെയാ. ഒന്ന് യേശുവിന്റെ ചോരയാലുള്ള ശുദ്ധീകരണം, രണ്ട് ആത്മനിറവ്. ഞാൻ ദൈവമക്കളോട് പറയുന്നു, ആത്മനിറവില്ലാത്തവന് നിത്യത ഒരു ദൂര സ്വപ്നമായിരിക്കും. ഒന്നുകൂടെ പറയട്ടെ, ആത്മനിറവില്ലാത്തവന്, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ സന്തോഷമായിട്ടാണ് ഇരിക്കണേ? ഹല്ലേലൂയ. രാജാക്കന്മാരുടെ പുസ്തകമുണ്ട്, 2 രാജാക്കന്മാർ. എന്തുണ്ട് അത് നമ്മളുടെ മറുപടി? ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. ആന്റി ആ വാക്യം തന്നെ ഒന്നുകൂടെ വായിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. നമുക്ക് ദൈവമക്കൾക്ക് എല്ലാവർക്കും കൂടെ ആ വാക്യം ഒന്ന് വായിച്ചാലോ? നിങ്ങൾ എന്നോട് ശകലം തരം യോജിക്കാവോ പ്ലീസ്? ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന്. ഇനി ഞാൻ ആ വാക്യം ഒന്ന് പറയട്ടെ. ഞങ്ങളുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? എന്നെ ഒന്ന് സഹായിക്കാവോ പ്ലീസ്? ഞങ്ങളുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ. പക്ഷെ ഈ വാക്ക് വേറൊരു ടോണാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണ അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പം എൻ്റെ ചോദ്യം,
ഈ എണ്ണയായിട്ട് മാത്രമാണോ ഈ വീട്ടുകാർ ജീവിച്ചത്? അല്ല. ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു, കസേര ഉണ്ടായിരുന്നു, എന്നാ മിണ്ടാത്ത കട്ടിലുണ്ടായിരുന്നു, മറ്റ് സോഫ ഉണ്ടായിരുന്നു, ഇല്ലേ? ഒരു വീടായി ഇതൊക്കെ വേണ്ടേ കുറഞ്ഞത്? എൻ്റെ ചോദ്യം, എന്തിയെല്ലാം? അവൾ പറഞ്ഞു അതെല്ലാം കടക്കാർ കൊണ്ടുപോയെന്ന് പറഞ്ഞു. 5000 രൂപ കൊടുക്കണം ഡൈനിങ് ടേബിൾ എടുത്തുകൊണ്ട് പോയി, 2000 രൂപ കൊടുക്കണം 4 കസേര എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു, 1000 രൂപ കൊടുക്കണം വീടിനകത്തിരുന്ന ചെമ്പ് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഒന്നും എടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യാത്തത്. അങ്ങനെ എടുത്തുകൊണ്ട് ഇപ്പം പെരയ്ക്കാത്തോണ്ട് പോയി നിങ്ങൾ നോക്കിയാൽ ഓഡിറ്റോറിയം കിടക്കുന്ന പോലെ വീടിനകം തെളിഞ്ഞു കിടക്കുക. ഇതാരുടെ വീടാണെന്നറിയോ? ഒരു ദൈവദാസന്റെ വീടാന്ന് ഓർത്തോണം. ആ ഡൈനിങ് ടേബിൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ അമ്മാമ്മ പെരയ്ക്കാത്തെന്ന് കറിയാം. ദൈവമേ, ദൈവദാസന്മാർക്ക് ഭക്ഷണം കൊടുത്ത ടേബിളും കൊണ്ടാണ് പോക്ക് പോണത്. ദൈവം തടഞ്ഞില്ല. നിനക്ക് എത്ര അഭിഷേകമുള്ള വീടാണേലും ചില കാര്യം ദൈവം തടയേല. അതിൻ്റെ കാര്യം എന്നറിയോ? ആ സംഭവത്തിന് പുറകിൽ ദൈവത്തിന് വേറെ ഏതാണ്ട് ഉദ്ദേശമുണ്ട്. നീ എത്ര പൽസിച്ചാലും എത്ര ശാസിച്ചാലും ചില കാര്യങ്ങൾ ദൈവം തടയേല. അതിൻ്റെ കാര്യം പ്ലാൻ ഓഫ് ഗാഡ്. ദൈവം അനങ്ങിയില്ല. നിങ്ങൾ എന്നെ ആഴമായിട്ട് കേൾക്കണേ. ദൈവം അനങ്ങിയില്ല. ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി. പക്ഷെ എൻ്റെ ചോദ്യം, ഇതെല്ലാം എടുത്തുകൊണ്ട് പോയ ഈ വീടിനകത്ത് ഒരു ഭരണി എണ്ണ എടുത്തുകൊണ്ട് ഇവന്മാർ പോയിട്ടില്ല. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, എന്തു കൊണ്ടുപോയാലും നിന്റെ അഭിഷേകം കൊണ്ടുപോകാൻ തമ്പുരാൻ സമ്മതിക്കുകയില്ല. ഓ, നല്ലപോലെ ഒരു ആമേൻ പറയാവോ? അവളുടെ വാക്ക് പറഞ്ഞേച്ച് പ്രാർത്ഥിക്കാം നമുക്ക്. എന്താ അവൾ പറഞ്ഞു? ഏലി ചോദിച്ചു, സഹോദരിയെ ഞാൻ എന്നാ ചെയ്തു തരണ്ടേ? അവളുടെ മറുപടി, നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്. മറുപടി, ഞങ്ങളുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഈ സഹോദരിയുടെ വാക്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അവൾ എണ്ണയ്ക്ക് വില കൽപ്പിക്കുന്നില്ലെന്ന്. ആരോട് പറയാന്? ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് പറ, ഞങ്ങളുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ വേറെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എന്നാ? മലയാളം എന്നാ? എണ്ണയ്ക്ക് വിലയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, സകല പ്രശ്നത്തിൻ്റെ മൂല കാരണം അഭിഷേകത്തിന് വില കൽപ്പിക്കാത്തതാ. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ ഒത്തിരി സന്തോഷിക്കുന്നു. റിയലി ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ആമേ, പെന്തക്കോസ്ത് കോള ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിന് കാരണം എന്നാണെന്നറിയോ? ആ എണ്ണയ്ക്ക് വില കൽപ്പിക്കുന്നില്ല. ഹോള്, കെട്ടിടം, സെമിത്തേരി, വണ്ടി, കല്യാണം, അത് ഇത് എല്ലാം കൂടെ കടന്ന് തലയും കുത്തി മറിയുക. അഭിഷേകത്തിന്റെ കാര്യത്തിൽ ഒരു മുന്നേറ്റവും ഇല്ല. എവിടെയാ പ്രശ്നം തുടങ്ങുന്നത്? ഈ എണ്ണയ്ക്ക് വില കൽപ്പിക്കാത്തടത്ത് പ്രോബ്ലം തുടങ്ങും. ഓ, നന്നായിട്ടൊന്ന് ആരാധിക്കാവോ? നന്നായിട്ട് ആരാധിക്കാവോ? ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ ആള് കൂടിയത് പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോഴല്ല. എൻ്റെ പുസ്തകത്തിൽ എഴുതിയത് മുഴക്കം ഉണ്ടായപ്പോ ജനം കൂടിയെന്നാ. ആത്മാവിന്റെ മുഴക്കം ഉണ്ടാകാത്തടത്ത് എങ്ങനെ ജനം വരും? 2026 പാളയം സഭയിൽ ഇരിക്കാൻ ഇടയില്ലാതെ ജനം വരണോ? ഒറ്റ കാര്യം ചെയ്താൽ മതി, എല്ലാം മറന്നങ്ങ് ആരാധിക്കണം സഭ. ഞാൻ 2 കാര്യം വിശദീകരിക്കും. ഇനി ഒരു 10 മിനിറ്റും കൂടെ എൻ്റെ മുമ്പിലുണ്ട്. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണേ. ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ സഹായിക്കുന്നേ വേറെ ഒന്നുമില്ല. അപ്പൊ ആ ദേവദാസൻ പറഞ്ഞ എന്നാന്നറിയോ? നിന്റെ ഭർത്താവ് ഭക്തരായിരുന്നത് കൊണ്ട് ഭക്തന്റെ വീട്ടിലൊരു പ്രോബ്ലം ഉണ്ടായാൽ മറുപടി അവന്റെ വീട്ടിൽ തന്നെയുണ്ട്. അതുകൊണ്ട് നിന്റെ വീട്ടിലെ പ്രോബ്ലം മാറാൻ നീ എന്നാ ചെയ്യണമെന്നറിയോ? നീ ആദ്യം എണ്ണയെ മൈൻഡ് ചെയ്യാൻ പഠിക്കടി എന്ന് പറഞ്ഞു. ഞാനൊന്ന് താഴോട്ട് നിന്നോട്ടെ, കുഴപ്പമുണ്ടോ?
പ്രശ്നം മാറാൻ എന്നാ ചെയ്യണമെന്നറിയോ? പറ. എണ്ണയെ മൈൻഡ് ചെയ്യാൻ പഠിക്കണം. പോരാട്ടം മാറാൻ എന്നാ ചെയ്യണമെന്നറിയാവോ? സഭയുടെ അകത്തിറങ്ങുന്ന ദൈവ സാന്നിധ്യത്തെ ഉടൽക്കബാനി ഹംദല പ്രവചന ദുരദരകടകസിയ ഹഡൽകരാദിയ ലാതാനബ. വാവ് ശറബബ സറാബിയ അൽകാരബ ശതര തരാദര. ആമേ. എണ്ണയെ മൈൻഡ് ചെയ്യാൻ ഒന്ന് ശക്തിയോടെ ദൈവമക്കൾ ആരാധിച്ച്, ശക്തിയോടെ. ഹല്ലേലൂയ. റദല റകതന റബൗഷിയാദല. ദൈവമൈതലേ, നിന്റെ പ്രശ്നം തുടങ്ങിയത് എവിടെയാ? ഹല്ലേലൂയ. ഞാന് നല്ല മനസ്സോടെ എൻ്റെ പൊന്ന് ദൈവമക്കളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്നെ ഒന്നും ചെറിയൊന്നും ചെയ്യരുത്. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പണ്ട് പൊക്കോണ്ടിരുന്നിടത്ത് കൈയടിക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നോ? അന്യഭാഷ പറയണമെന്ന് നിർബന്ധമുണ്ടോ? നൃത്തം ചെയ്യണം? ഒന്നുമില്ലല്ലോ. ചുമ്മാ അത് പോയി കിഴക്കോട്ട് നോക്കിയിരുന്ന് വെച്ച് പോരരുതായിരുന്നോ? എന്തിനാ അവിടെ നിന്ന് ഇറങ്ങിയത്? സത്യം പറ, സത്യം പറ. 25 വർഷം കിഴക്കോട്ട് നോക്കിയിരുന്ന നീ അടുത്ത 35 വർഷം വടക്കോട്ട് നോക്കിയിരിക്കാനാണോ? അല്ലെങ്കിൽ ഭീകരതയുണ്ട് പാസ്റ്ററെ, ഭീകരതയുണ്ട് ആ വാക്യത്തിനകത്ത്. പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ പറയാം, അത് പറഞ്ഞിട്ടേ ഞാൻ നിർത്തത്തുള്ളൂ. നിങ്ങൾ എന്നെ വല്ലതും വെച്ച് എറിഞ്ഞാലും ഞാനത് പറയും. ഞാൻ നിങ്ങൾ കുറ്റക്കാരാന്നല്ല പറയുന്നത്, ഞാനൊരു ദൂത് പറയുക. PMG സഭയൊക്കെ ആരാധനയ്ക്ക് വില കൊടുക്കുന്ന സഭയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ കാലം ഇതാ. പണ്ട് വീടില്ലാത്തപ്പോൾ നമ്മുടെ അപ്പച്ചന്മാർ കിടന്ന് ആരാധിച്ച പോലെ ഇപ്പം 4800 സ്ക്വയർ ഫീറ്റിന് വീടാണ് കിടക്കുന്നത്. ഒരു മുറിക്കകത്ത് മൂങ്ങ താമസിക്കുന്നു, ഒരു മുറിക്കകത്ത് മഞ്ഞച്ചേര താമസിക്കുന്നു, താഴത്തെ ഒരു മുറിക്കകത്ത് അച്ചായനും അമ്മയും. പിന്നെ എന്തിനാ കൈയടിക്കുന്നേ? 4 വീട്, 3 വീടിൻ്റെ വാടക 95,000 രൂപ. പിന്നെ എന്തിന് കൈയടിക്കണം? എന്തിന് പാടണം? നമ്മുടെ മൈൻഡ് മാറും. അതിനൊരു തെളിവ് ഞാൻ പറയാം. ദൈവം നിർബന്ധിച്ചു എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്. ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു. എന്തിനാ നിർബന്ധിക്കേണ്ടി വന്നത്? വെറുതെ നിന്നവൻ്റെ തലയിലോട്ട് ഒരു കൊട്ട അപ്പം വെച്ച് കൊടുത്തപ്പോൾ പിന്നെ നിർബന്ധിക്കേണ്ടി വന്നു. പണ്ട് അപ്പം ഇല്ലാത്തപ്പോഴോ ഒരു നിർബന്ധവും വേണ്ടായിരുന്നു, വിളിക്കുന്നതിന് മുമ്പ് വന്നേനെ. എന്നാച്ചാ യോഗത്തിന് വരാൻ അത് ഇളയ മോള് ടെക്സാസിൽ നിന്ന് വിളിക്കുമ്പോൾ അവളുടെ കോൾ എടുത്തില്ലേ, അവൾക്ക് സങ്കടം. അവൾ എങ്ങനെയാ ടെക്സാസിൽ ചെന്നെന്ന് പറ. നിന്റെ ടെക്സാസ് അവളുടെ കോളിന് വേണ്ടി യോഗം മുടക്കുമ്പോൾ നമ്മൾ എവിടെ ചെന്നു എന്ന് നിങ്ങൾ പറ. എന്തുകൊണ്ടാ സാമ്രാജ്യം? UK ചെന്നവന് നിലനിൽപ്പില്ല, ഓസ്ട്രേലിയ ചെന്നവന് നിലനിൽപ്പില്ല, കാനഡ ചെന്നവന് നിലനിൽപ്പില്ല. അവർ PR കൊടുക്കത്തില്ല. 5 വർഷം 10 വർഷമാക്കി. കാനഡ ഈ പ്രോബ്ലം. ഇതെന്തിനാണെന്നറിയോ? ഇതിനെയൊക്കെ സ്വപ്നം കണ്ട് ആരാധിച്ചവൻ വിണ്ണിന്റെ ദർശനം മണ്ണിന്റെ ദർശനമാക്കിയപ്പോ തമ്പുരാൻ ഓരോന്നിനെ ഇളക്കാൻ. ബോധമുള്ള അപ്പന്മാർക്ക് മനസ്സിലായി, അഹങ്കരിക്കേണ്ട. നാളെ രാവിലെ ചിലപ്പോ കൊച്ചു വീടിന്റെ മുറ്റത്ത് വരും. വരികയല്ലേ? നിന്റെ വീട്ടിൽ എന്നാ ഉള്ളത് പറ. സഹോദരി, ഞാൻ സഹോദരി എന്ന് വിളിച്ചത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആന്റീനിയാ കേട്ടോ, നിങ്ങളെയല്ല. നീ അതും പറഞ്ഞുകൊണ്ട് എൻ്റെ നേരെ വരരുത്. നീ എന്താ എണ്ണയ്ക്ക് വില കൽപ്പിക്കാത്തത്? എലീശ പറഞ്ഞു, നിന്റെ ലൈഫിന്റെ അടുത്ത മേജർ പോർഷൻ നീ ഇനി കളിക്കാൻ പോകുന്ന എണ്ണയെ നിന്നോണ്ടാ. എനിക്കറിയില്ല, ഐ കാണ്ട് എക്സ്പ്ലെയിൻ. മക്കളെ, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞൊക്കെ മനസ്സിലാവുന്നുണ്ടോ? സത്യം പറ, ഉണ്ടോ? വല്ലതും ഉണ്ടോ മക്കളെ? നിന്റെ ലൈഫിനെ മാറ്റാൻ എന്റെ പ്രവചനം കൊണ്ട് നടക്കുകയല്ല, നിന്റെ വീട്ടിലെ എണ്ണ കൊണ്ടേ നടക്കൂ.
ശ്രദ്ധിച്ചേ, കൈയടിക്കാതെ, പാടാതെ, അന്യഭാഷ പറയാതെ, എന്തെങ്കിലും പ്രശ്നം വരുമ്പോ 7000 രൂപയുടെ പെട്രോൾ അടിച്ചുകൊണ്ട് പ്രവചനം കേൾക്കാൻ പോവാ. നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? ഇത് നിങ്ങളോട് നിങ്ങൾക്ക് തോന്നിയോ ഞാൻ പ്രവാചകന്മാരെ കുറ്റം പറയുന്ന ആളാന്ന്? 14-ാമത്തെ വയസ്സ് മുതൽ 47-ാമത്തെ ഈ വയസ്സ് വരെ പ്രവചിച്ച ആളാ ഞാൻ പ്രവചനത്തിനെതിരല്ല. പക്ഷെ പ്രശ്നപരിഹാരം പ്രവചനത്തിലല്ല, എണ്ണയില. ആരാധിക്കാമെങ്കിൽ ആരാധിക്ക. പരിശുദ്ധാത്മാവിനെ മറന്നാൽ സഭ അധികം മുമ്പോട്ട് പോകുകയില്ല. പരിശുദ്ധാത്മാവിനെ മറന്നാൽ നിന്റെ കുടുംബം അധികം മുമ്പോട്ട് പോകുകയില്ല. പരിശുദ്ധാത്മാവിനെ മറന്നാൽ നീ മുമ്പോട്ട് പോകുകയില്ല. ഇല്ല. കൂടുതൽ PhD കൂടുതൽ ഗമയൊന്നും കളിക്കാതെ ഞായറാഴ്ചയൊക്കെ യോഗത്തിന് വരുമ്പം അല്ലെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ അമ്മ ഒരു തൂത് വരുമ്പോൾ അമ്മ എഴുന്നേറ്റ് നിന്ന് തുള്ളി ചാടി ദൈവത്തെ സ്തുതിച്ചോണം. ഇനി അഥവാ PMGയിലെ പാസ്റ്റർമാരൊന്നും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരാധിക്കരുതെന്ന് പറഞ്ഞാൽ അന്നേരം ഇവിടുന്ന് ഇറങ്ങിക്കോണം. ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തടത്ത് കെട്ടിക്കിടക്കരുത്. നമ്മുടെ ദൈവദാസന്മാരും അങ്ങനെ പറയുന്നവരല്ല. മണിക്കൂറുകൾ ആരാധിക്കുന്ന സഭയായതെന്ന് എനിക്കറിയാം. അതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറയും, എല്ലാം മറക്കണം, അടുത്തിരിക്കുന്നവരെ നോക്കരുത്. അവൻ നടന്ന് തുള്ളിയും ചാടിയും വിമർശിക്കുന്നവൻ വിമർശിക്കട്ടെ. ഉടവരന്തല വൈഡവരക്ഷര ധാരകടന്തല വൈഡവരക്ഷര. ശ്രദ്ധിച്ചേ, ഞാൻ സമയം പോകുന്നുണ്ട്. പാട്ടുപാടുന്ന മക്കളോട് ഞാൻ പറയുന്നത്, ഒരു പാട്ടുപാടി തീർത്തേച്ച് ഇറങ്ങി ഓടരുത്. അതിനല്ല മൈക്കുമായിട്ട് നിൽക്കുന്നത് ആണോ? ഇല്ല, ആത്മാവിൽ നീന്തി തുടിക്കുന്നത് പോലെ ആരാധിക്കണം. വാ നിറച്ചന്യഭാഷ പറയണം. ഇപ്പൊ അടുത്ത സമയത്ത് കോശി പാസ്റ്റർ ഒരു ഭ്രാന്തളകിയിട്ടുണ്ട്. അന്യഭാഷ പൊതുസ്ഥലത്ത് പറയരുത്, കട്ടിലിന്റെ കീഴേ കയറുന്നേ പറയാവുള്ളൂ. അന്യഭാഷ ചർച്ചിനകത്ത് ഇപ്പോഴത്തെ പുതിയ ഭ്രാന്ത. നിങ്ങൾ കൊരിന്ത് ലേഖനം 14-ാം അധ്യായം എടുത്ത് നോക്കണം. ഇപ്പൊ എടുക്കണ്ട. നിങ്ങൾ ഓരോരുത്തരും കൂടി വരുമ്പോൾ സങ്കീർത്തനമുണ്ട്, അന്യഭാഷയുണ്ട്. കണ്ണ് തുറന്ന് വായിക്കണം. ദൈവമക്കൾ കൂടിയാൽ അന്യഭാഷയുണ്ട്. അത് കേൾക്കാൻ മേലാത്തവൻ ഇറങ്ങിക്കോളാൻ ചർച്ച ചെയ്യുന്നത്. ഒന്ന് അന്യഭാഷയിൽ ഒന്ന് കർത്താവിനോടൊന്ന് സംസാരിച്ചത് ദൈവമക്കൾ. ഇന്ന് പകൽ ചില വീടുകളെ പരിശുദ്ധമായി തൊടുകയാ. മറന്നാരാധിക്കും, എല്ലാം മറന്നാരാധിക്കും. ഹല്ലേലൂയ. ഞാൻ നിർത്താം, എനിക്ക് സമയം പാലിക്കാൻ ഇഷ്ടമുണ്ട്. നിന്റെ വീട്ടിൽ എന്നാ ഉണ്ട്? ഞാൻ ഒരു 2-3 മിനിറ്റ് കൂടെ കുഴപ്പമുണ്ടോ? നിന്റെ വീട്ടിൽ എന്നാ ഉണ്ട്? ഞങ്ങളുടെ വീട്ടിൽ എണ്ണയുണ്ട്. നമ്മൾ അയൽവക്കത്ത് നിന്നെല്ലാം പോയി വെറും പാത്രം മേടിക്കാൻ പറയും. ഞാൻ ദൈവമക്കളോട് പറയാം, പകർച്ചയില്ലാത്തടത്തോട്ട് എന്തിനാ വെറും പാത്രം വരുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സഭയിൽ ആത്മാവിന്റെ പകർച്ചയില്ല, പിന്നെ എന്തിനാ ഒഴിഞ്ഞ പാത്രം വരുന്നേ?
അപ്പൊ ആദ്യം ഇതിനകത്ത് ഒഴുക്കുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഇതിനകത്തെന്ന് പറഞ്ഞ ഈ ചർച്ചിനെ ഉദ്ദേശിച്ചല്ല, നമ്മുടെ സഭകളിൽ ആദ്യം ഉണ്ടാകേണ്ടത് ഒഴുക്കുണ്ടാകണം. ഒഴിഞ്ഞ പാത്രം വന്നു. ഇപ്പൊ തകർച്ചയുടെ വീട് ഒരു പകർച്ചയുടെ വീടാവുക. രണ്ട് കാര്യം എനിക്കത് മണിക്കൂറുകൾ കൊണ്ട് എനിക്ക് തൂങ്ങിക്കിടക്കാൻ ഇഷ്ടമുള്ള വാക്യം അത്. നിങ്ങൾ എന്നൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായി. രണ്ട് കാര്യമുണ്ട്. പാത്രം തീർന്നു, എണ്ണയും തീർന്നു. അപ്പൊ ഈ എണ്ണയുടെ ഒഴുക്ക് തീരുമാനിക്കുന്നത് പാത്രത്തിന്റെ അളവാണ്. രണ്ട് കാര്യം ഞാൻ പെട്ടെന്ന് നിർത്തുക. ഒന്ന്, മക്കളെ ഈ എണ്ണ വിറ്റ് കടം വീട്ടാൻ പറഞ്ഞു. അപ്പൊ അഭിഷേകത്തിനകത്ത് നിന്റെ ബാധ്യതകൾ ഒഴിയും. എന്റെ ദൈവമേ, ഒരു ആമേ പറ. നിങ്ങൾക്ക് എത്ര വലിയ കടം ഉണ്ടെങ്കിലും നിങ്ങളുടെ വീടിനകത്ത് എണ്ണയുടെ ഒഴുക്കുണ്ടെങ്കിൽ തമ്പുരാൻ അത് ഏറ്റെടുക്കും. ഇനി രണ്ടാമത്തെ വാക്യം ഞാൻ പറയാം, അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. എണ്ണ വിറ്റ് കടം വീട്ട്, അടുത്തത് ബാക്കി എണ്ണ കൊണ്ട് ഉപജീവനം കഴിക്കാൻ. അപ്പൊ അഭിഷേകത്തിനകത്ത് ബാധ്യത മാറുക മാത്രമല്ല, ഉപജീവനത്തിന്റെ വഴിയും അഭിഷേകത്തിനകത്തുണ്ട്. എൻ്റെ പൊന്ന് പിതാക്കന്മാരെ, എൻ്റെ പൊന്നമ്മമാരെ, എണ്ണയെ ഒഴിവാക്കി പുതിയ നിയമസഭയില്ല. ഇനി ഇത് ഞാൻ ഇപ്പം പറഞ്ഞില്ല, പിന്നെ എനിക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. മീൻസ് വൈകിട്ട് എനിക്ക് വേറൊരു ദൂതെടുക്കാം. 25-ാം അധ്യായത്തിൽ മത്തായി സുവിശേഷം എടുക്കണ്ട 10 കന്യകമാര് മണിയറയിലേക്ക് പോയത് ഓർക്കുന്നുണ്ടോ? ജോയിൻ പാസ്റ്ററെ, എല്ലാവരുടെയും വിളക്കിനകത്ത് എണ്ണയുണ്ട്. ഇവർ എണ്ണയും കൊണ്ട് ഇങ്ങനെ ഈ ഇടത്തേക്ക് തന്നെ എണ്ണയും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോയപ്പം, മക്കളെല്ലാവരും കേട്ടിരിക്കണേ, ഈ 5 പേര് എന്ന് വെച്ച് മറ്റേ 5 പേരോട് പറഞ്ഞു, ബ്രദറെ, നമ്മൾ ഈ വിളക്കിലെ എണ്ണയും കൊണ്ട് അങ്ങ് ചെല്ലുകയില്ല, കൊണ്ട് നമുക്ക് പാത്രത്തിലും കൂടെ എണ്ണ എടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടായിരുന്നു ഞാൻ പറഞ്ഞ്? വിളക്കിലെ എണ്ണ കൊണ്ട് ഞാൻ ഈ ബൈബിളായി പറഞ്ഞ, പച്ചയ്ക്ക് ബൈബിളായി പറയുന്നത്, വിളക്കിലെ എണ്ണ കൊണ്ട് നമ്മളങ്ങ് പാത്രത്തിലും കൂടെ എണ്ണ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ മറ്റേ 5 പേര് പറഞ്ഞാണെന്ന് പറയാം, ബ്രദറെ, ഞങ്ങൾ 73 തൊട്ട് ഈ വിളക്കിലെ എണ്ണയും കൊണ്ട് നടക്കുന്നതാണ്, ഇതുകൊണ്ട് പോരുന്നെണ്ണം വരെ ഞങ്ങൾ വരുന്നുള്ളെന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ വലിയ ഉണർവുകാരങ്ങ് പാത്രത്തിൽ എണ്ണ എടുത്തോ പറ, ഞങ്ങളെ കൊണ്ട് ഇതേ പറ്റുള്ളൂ. ഇതൊക്കെ ഇന്നും ഉള്ള സാധനമാണ്. ഇന്നലെ ഇങ്ങോട്ട് പെന്തിക്കോസിലോട്ട് വന്നവിടെയൊക്കെ ചാട്ടം കാണണം. ഞങ്ങൾ 73 തൊട്ട് ഇതിനകത്ത് ഇന്ന് വരെ ഞങ്ങൾ ചാടിയിട്ടില്ല. നിങ്ങൾക്ക് ആ ഭാഷ മനസ്സിലായി? വിളക്കിലെ എണ്ണ കൊണ്ട് പറ, എവിടം വരെ പോകുന്നു അവിടം വരെ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം ഈ 5 പേര് പിന്നെ സംഭാഷണം നിർത്തി. കാര്യം എന്നാണെന്നറിയോ? ഇനി വർത്താനം പറഞ്ഞാൽ വഴക്കാവും. ഇനി വർത്താനം പറഞ്ഞാൽ വഴക്ക. അതുകൊണ്ട് അപ്പം ആ സഭയിലെ 10 പേര് ഒരുമിച്ചാണ് ഇപ്പോഴും കൂടുന്നത്. പക്ഷെ ഇവരുടെ മൈൻഡ് രണ്ടാ. എന്തിൻ്റെ പേരില? ജാതിയുടെയും മതത്തിൻ്റെയും പേരിലല്ല, എണ്ണയുടെ പേരിൽ. സഭയിൽ ഒരു കൂട്ടരുണ്ട്, ഇവിടുത്തെ കാര്യമല്ല, എന്തെയുമേ എന്നെ വെറുതെ വണ്ടി തല്ലി പൊളിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഒരു കൂട്ടരുണ്ട്, എന്തിനാ ഇങ്ങനെ കിടന്ന് അലയ്ക്കുന്നതെന്ന് പറയുന്ന ഒരു കൂട്ടരും, അലയ്ക്കണമെന്ന് പറയുന്ന ഒരു കൂട്ടരും. രണ്ടായി മൈൻഡ്. പക്ഷെ യോഗം ഒരുമിച്ചാണ് ഇപ്പോഴും കൂടുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു രസം കേൾക്കണോ? മണിയറയുടെ വാതുക്കെ ചെന്നു. വാതുക്കെ ചെന്നപ്പോൾ 5 പേർക്ക് മനസ്സിലായത് എണ്ണ തികയേലെന്ന്. ഞാൻ എൻ്റെ പൊന്ന് ദൈവമക്കളുടെ ഒരു ദൂത് പറയട്ടെ. ഞാൻ നല്ല സ്നേഹത്തിലായി പ്രസംഗിക്കുന്നത് കേട്ടോ. ആ സമയത്തുള്ള തിരിച്ചറിവ് പ്രയോജനം ചെയ്യുന്നതല്ല. എടാ മക്കളെ, വകതിരിവില്ലാതെ ബൈക്ക് ഓടിച്ച് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് കാല് മുറിച്ച് കളഞ്ഞിട്ട് വകതിരി പിന്നെ മാനസാന്തരപ്പെട്ടിട്ട് പ്രയോജനമുണ്ടോ? കാല് കാണുകയില്ല. ആ സമയത്തെ മാനസാന്തരം പ്രയോജനമില്ല. മണിയറയുടെ വാതുക്കെ ചെന്നപ്പോൾ 5 പേർക്ക് എണ്ണയില്ല. അന്നേരം മറ്റേ 5 പേരോട് പറയാം, ബ്രദറെ, അന്ന് എനിക്ക് ബ്രദറിനെ മൈൻഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഒരിച്ചിരി എണ്ണ. പുള്ളി പറഞ്ഞില്ല, മര്യാദയ്ക്ക് നിന്നോട് കൈയടിക്കാൻ പറഞ്ഞപ്പോൾ നീ ഇവൻ ഏതാടാ ഈ കുമരം അഹങ്കാരി എന്ന് പറഞ്ഞിരുന്നില്ലേ? നീ സഹിച്ചോ?
അവൻ ഞങ്ങളെ തുള്ളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു കോട്ടയത്ത് നിന്ന് വണ്ടിയായിട്ട്. സഹിച്ചോ? നിങ്ങൾക്ക് മനസ്സിലായോ? കുഴഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്നേ മക്കളെ, എന്നെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഞാൻ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടൊരു കൈ തൊഴുത് പറയാം, എന്നെ ഉച്ച കഴിഞ്ഞ് വിട്ടേക്കാമെങ്കിൽ ഞാൻ പൊക്കോളാം. പക്ഷെ നിങ്ങളെ സത്യം അറിയണം, മണിയറുടെ വാതിക്കെ ചെല്ലുമ്പം വിവരം അറിയും. ചർച്ചിനകത്തിരുന്നുള്ള കമൻ്റടിയും കമൻ്റ് പറച്ചിലൊന്നും അവിടെ നടക്കുകയല്ല. ഇവിടെ കടന്നുള്ള ഉങ്കും അഹങ്കാരവും അവിടെ നടക്കുകയല്ല. അത് ഏറിയ വേറെയാ. രണ്ട് കാര്യം കൂടെ എന്നോട് ദേവാസന്മാരെ ക്ഷമിക്കുമായിരിക്കും. രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ടോ? എന്നാത്തിന് വെറുതെ ഞാൻ വൈകിട്ട് വീട്ടിൽ പോകുന്ന എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? വേറെ പണിയൊന്നുമില്ല. ചുമ്മാ മണവാളം വാതിൽ തുറന്നേച്ച് 5 പേരോട് ചോദിച്ചോ ബാക്കി 5 പേര് എന്ത് ചെയ്യുന്നു? ചോദിച്ചില്ല. ഇന്നിപ്പോൾ യോഗത്തിൽ അങ്കിള് മാത്രം വരും, ആൻറ്റി എന്ത് ചെയ്യുന്നു ചോദിക്കും. ആൻറ്റി മാത്രം വരുമ്പം അങ്കിൾ എന്ത് ചെയ്യുന്നു പാസ്റ്റർ ചോദിക്കും. പക്ഷേ ആ ചോദ്യം മണിയറയുടെ വാതിക്കെ ഉണ്ടാകുകയില്ല. കോശി പാസ്റ്റർ അവിടെ ചെല്ലുമ്പോൾ വിശ്വാസികൾ എന്ത് ചെയ്യുന്നു? ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ചോദിക്കത്തില്ല. അത് സൂക്ഷിച്ചോണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ 5 പേര് നാട് വിട്ട് വീട് വിട്ട് നാമതയെ കൂട്ടം വിട്ട് കൂട്ടരെ വിട്ട് കൂട്ടുകാരെ വിട്ട് കുടുംബക്കാരെ വിട്ട് ഇറങ്ങിയതല്ലേ. ഇവർക്ക് വേണ്ടി ഒരു 5 മിനിറ്റോടെ ഡോർ തുറന്നിടാൻ മേലെ? എൻ്റെ ഒരു ചോദ്യമാണ്. ഇല്ല. മൂന്നാമത്തെ കാര്യം, എന്നാൽ അവരെ കാണാത്തോണ്ടൊന്ന് തിരക്കി പോകാൻ മേലെ ശകലം ദൂരം? കർത്താവ് പറഞ്ഞു, മണവാളം പറഞ്ഞതെന്നറിയോ? ഒരിക്കൽ ഞാൻ ജഡ എടുത്ത് എല്ലാവരെയും തിരക്കി പോയതാ, ഇനി തിരക്കി പോക്കില്ല. നിങ്ങൾക്ക് ആ ഭാഷ മനസ്സിലായോ? ഞാൻ കീറ്റുശീലക്കകത്ത് പൊതിഞ്ഞ് കാലിത്തൊഴുത്തി കിടന്ന് ഒരിക്കൽ ഇവനെയൊക്കെ തപ്പിപ്പോയതാ ഞാൻ. ഇനി ഒരു തപ്പിപ്പോക്കില്ല. അടുത്തൊരു വാക്യം പറഞ്ഞ് ഞാൻ ബൈബിൾ അടയ്ക്കുക. എനിക്ക് വലിയ വായിലെ കരയണം തോന്നുമോ എന്ന് പകല്. അടുത്തൊരു വാക്കുണ്ട്, എൻ്റെ ദൈവമക്കൾ ചെവിക്കകത്ത് ഈ ഒരുക്കി ഒഴിച്ച് കേൾക്കണം. ഡോറ് ലോക്ക് ചെയ്തപ്പോൾ 5 പേര് വന്ന് തട്ടി, ഞങ്ങൾക്കും കൂടെ തുറക്കാൻ. അകത്തെന്ന് പറഞ്ഞ മറുപടി എന്നാന്നറിയോ? ഞാൻ നിങ്ങളെ ആ വാക്യല്ല മോനെ, ഇത് മത്തായി 25. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എങ്ങനെയാ ഒന്നുകൂടെ വായിച്ചേ? അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമക്കളെ, എന്നെ 1 മിനിറ്റ് നോക്കാവോ? ഇത്രയും നാളും ഈ അക്വാബയുടെ വെള്ള ചുടിദാറും ഇട്ട് ലിനൻ്റെ വെള്ള ഷർട്ടും ഇട്ട് 9 കൂടാതെ 40 കൂടാതെ ആണ്ട് ചാത്തവും കൂടാതെ അന്യഭാഷയും പറഞ്ഞ് നാട്ടുകാരുടെ തെറിയും കേട്ടിട്ട് അവസാനം കർത്താവ് പറയാ, എനിക്ക് നിങ്ങളെ അറിയാൻ മേല. എൻ്റെ പൊന്ന് സഭയോട് ഞാനൊരു വാക്ക് പറഞ്ഞങ്ങ് നിർത്തട്ടെ. എണ്ണയില്ലാത്തവൻ ആരാണേലും അവനെ ദൈവത്തിന് അറിയാൻ മേല. സത്യമാണോ അങ്കിളുമാരെ? ആ വാക്യം സത്യമല്ലേ? അല്ലേ? സത്യമല്ലേ അത്? എണ്ണയില്ലാത്ത 5 പേരോട് കർത്താവ് പറയാ, ഞാൻ പറ മക്കളെ, ഇനി പറ, എണ്ണയില്ലാത്തവനോട്ട് ദൈവത്തിന് ബന്ധമുണ്ടോടാ കുഞ്ഞെ? ഉണ്ടോ സഹോദരന്മാരെ? നിങ്ങൾ ആരെങ്കിലും ആയിക്കോ, നിങ്ങൾ എത്ര കോടീശ്വരങ്ങളിലേക്ക്, ഡോക്ടറോ എഞ്ചിനീയറോ പൈലറ്റോ ആർക്കിടെക്ടറോ, എണ്ണയില്ലാത്തവനെ ദൈവത്തിന് അറിയത്തില്ല. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാലോ? നിത്യജീവൻ അവകാശിയാകാൻ എന്നാ ചെയ്യണം? എണ്ണയുമായി നിനക്ക് ബന്ധം ഉണ്ടാകണം. എൻ്റെ ദൈവമക്കളെല്ലാം കടന്നടച്ചേച്ച് ഈ ഉപവാസ പ്രാർത്ഥന എണ്ണയുടെ ഒരു ഒഴുക്ക് സഭയ്ക്കകത്ത് ഉണ്ടാകട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. സമയം തീർന്നുകൊണ്ട് എനിക്ക് തന്നെ ഭയം വരുന്നു, ഞാൻ നിർത്തുക. സ്വർഗീയ പിതാവേ, ഇന്ന് നീ പറഞ്ഞ ദൂത് തുരുമ്പടിക്കാതെ ഞാൻ ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവേ, മറ്റെന്തിനേക്കാൾ കൂടുതൽ അങ്ങയെ ആശ്രയിപ്പാൻ ആത്മാവില്ലാത്ത 1 മിനിറ്റ് ഞങ്ങൾക്ക് പേടിയപ്പ. പരിശുദ്ധാത്മാവില്ലാത്ത സഭ തകരും. ആത്മാവില്ലാത്തത് സംഘമാണ്. ഞങ്ങൾ എണ്ണയെ ആശ്രയിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അക്കാരം ഒന്ന് തട്ടി കർത്താവിന് മഹത്വം കൊടുത്താണ്. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ആ പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഇന്ന് പകൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സ്വയശോധന ചെയ്യാം. നമ്മുടെ വിളക്കുകളിൽ എണ്ണയുണ്ടോ?
ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാമോ? ഹല്ലേലൂയ. എണ്ണയില്ലാത്ത വിളക്കുകളാണോ, എണ്ണയുള്ള വിളക്കുകളാണോ? എണ്ണയില്ലെങ്കിൽ ഹല്ലേലൂയ, സ്തോത്ര ഹല്ലേലൂയ, ആ വിളക്ക് കൊളുത്താൻ കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്ര ഹല്ലേലൂയ. അവൻ്റെ വരവേറ്റവും സമീപമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് പകൽ ആ ദൂതിന് മുമ്പിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകൽ നീ ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. നീ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്താട്ട്. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ, അഭിഷേകമാകുന്ന എണ്ണ നമ്മളിൽ വെളിപ്പെട്ട് വരട്ടെ. ഓ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ഇന്ന് പകൽ അതില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല. ഇന്ന് പകൽ നമുക്ക് ദൈവത്തോട് പറയാം, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്നല്ല, എനിക്ക് പരിശുദ്ധാത്മാവിന് എന്നെ കിട്ടിയെന്ന് പറയാൻ ഈ പ്രാർത്ഥന ഒരു മുഖാന്തരമാകണം. കർത്താവേ, പരിശുദ്ധാത്മാവിന് എന്നെ കിട്ടിയെന്ന് പറയാൻ ഹല്ലേലൂയ, എൻ്റെ മേൽ ആ എണ്ണയുടെ ഒഴുക്ക് വെളിപ്പെട്ട് വരുന്ന ഒരു ദിനങ്ങളാക്കി മാറ്റണമേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കാൻ കൃപ പ്രാപിച്ച ദൈവജനം അധരം ചലിപ്പിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറയട്ടെ. എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന്, എൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഒരൊഴുക്ക് വെളിപ്പെടട്ടെ. ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം കർത്താവ് അധികാരപ്പെടുത്തിയല്ലോ. ശക്തിയോടെ പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉപയോഗിച്ചല്ലോ. ഐശ്വര്യമായി ദൈവവചനം സംസാരിപ്പാൻ, പ്രസ്താവിപ്പാൻ കർത്തദാസനെ ദൈവം അധികാരപ്പെടുത്തി. രാത്രി യോഗത്തിലും ദൈവത്തിൻ്റെ കൃപ ദാസന മേൽ പകരുവാൻ, ദൈവമക്കളെ എല്ലാവരെയും കൂട്ടിവരുത്തുവാൻ, വ്യക്തമായ ദൈവിക സന്ദേശം ദൈവാത്മ പിന്നെ കേൾപ്പിക്കുവാൻ, കാലാവസ്ഥയെ ദൈവം നമുക്ക് അനുകൂലമാക്കി തരുവാൻ, ദൈവജനത്തെ കർത്താവ് കൂട്ടിവരുത്തേണ്ടതിനായി, പൂർണ്ണമായും ഭാഗികമായി ഉപസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ശക്തീകരിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരുവാൻ നാം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജീവ് അവറുകൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ പകൽ സെഷൻ ഇവിടെ അവസാനിപ്പിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു. കണ്ണുകിടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടികൾക്ക് നൽകിയ നല്ല പകൽക്കാലത്തിനായി നന്ദി പറയുകയാണ്. കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഒരുക്കിയതിനെ നന്ദി പറയുകയാണ്. കർത്താവ്, ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട വിലയേറിയ ആലോചനകൾക്കായി നന്ദി പറയുകയാണ്. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവന് തടസ്സമായുള്ള കുറവുകളെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചതിനായി സ്തോത്രം. അപ്പോൾ കൈവിട്ടു പോകാതെ വണ്ണം കർത്താവ് ഞങ്ങളെ ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തള്ളപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ. കർത്താവേ, ഞങ്ങളുടെ സ്തോത്രം ഈ നാളുകളിൽ ഞങ്ങളെ എണ്ണ ചോർന്നു പോകാതെ വണ്ണം കർത്താവേ, ഞങ്ങളെ നടത്തുന്ന അഭിഷേകത്തെ തന്നെ നിലനിൽക്കുവാൻ, അതൊന്നുപോലും കുറയാതെ വണ്ണം കർത്താവേ, ഈ നാളുകളിൽ അത് പുതുക്കം പ്രാപിച്ച് അപ്പോൾ അഭിഷേകത്തിൻ്റെ നിറവ് പ്രാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, നിത്യതയുള്ള യാത്രയിൽ മുന്നോട്ട് ഓടുവാൻ ആവശ്യമായ കൃപ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളെ ഒന്ന് ധൈര്യപ്പെടുത്തിയതിനായി, ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി, ഞങ്ങളെ കർത്താവേ അങ്ങ് സ്നേഹിക്കുന്ന സ്നേഹത്തെ ഓർത്ത് വീണ്ടും അതിൻ്റെ ആഴത്തോട്ടൊന്ന് നയിക്കുവാൻ ഞങ്ങളെ അങ്ങ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുകയാണ്. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അവരെ ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായി, പുതിയ തീരുമാനത്തോടെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണമായും ഭാഗികമായി ഉപവാസം വരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ബലമുള്ള കരത്തിൽ ഏൽപ്പിക്കുന്നു. പിതാവേ, സഭയെ നയിക്കുന്ന വിലയേറിയ ഭക്തന്മാർക്കായി നന്ദി പറയുകയാണ്. വീണ്ടും അധികാരപ്പെട്ടു തന്നമേ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യേ മാറ്റമില്ലാത്ത വചനമായി അയച്ച വിലയേറിയ ഭക്തനായി സ്തോത്രം ചെയ്യുകയാണ്. വീണ്ടും അധികാരത്തോടെ നിർത്തണമേ. രാത്രികാലം അങ്ങയുടെ മാറ്റമില്ലാത്ത ശബ്ദം കേൾപ്പിക്കുവാൻ, അങ്ങയുടെ ദാസനെ അധികാരപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അല്പസമയത്ത് വിശ്രമത്തിൽ വീണ്ടും ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ കൂടുവാൻ സഹായിക്കണം. എല്ലാ മഹത്വം അങ്ങേക്കും. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരവ് ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കൃത്യം 1:40 ഇവിടെ വെച്ച് മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കും. 2:40 വരെ 1 മണിക്കൂർ ഇവിടെ വെച്ച് മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയെ സംബന്ധിപ്പാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. വൈകിട്ട് കൃത്യം 6:30 തന്നെ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കും. കർത്താവിൻ്റെ ദാസൻ ദൈവജന ശുശ്രൂഷിപ്പാൻ നമ്മുടെ മധ്യ ഉണ്ടായിരിക്കും. നാളെ പകലും രാത്രിയിലും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബെന്നി സാമുവൽ അടൂർ നമ്മുടെ മധ്യ ദൈവജന ശുശ്രൂഷിപ്പാനുണ്ടായിരിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.